പ്രിയ സുഹൃത്തുക്കളെ, എന്നെ ഈ പ്രസൻറ്റേഷൻ ചെയ്യാൻ അനുവദിച്ച സയൻസ് ഗ്ലോബലിനും എസൻസ് ഗ്ലോബലിനും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഫെമിനിസത്തെക്കുറിച്ച് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. ഒരു 10 വർഷം മുമ്പ് ഞാൻ ഒന്നാന്തരം ഒരു കുലപുരുഷനായിരുന്നു. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ അടിമയോ ഉടമയോ അല്ല എന്ന കാര്യം എന്നെ മനസ്സിലാക്കി തരാൻ സഹായിച്ചത് എൻ്റെ ജീവിത പങ്കാളിയാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന മറ്റ് സ്ത്രീ സുഹൃത്തുക്കളുടെ പോസ്റ്റുകളൊക്കെ വായിച്ചിട്ടാണ് ഞാൻ ഫെമിനിസം എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങിയത്. ഒരു ഫെമിനിസ്റ്റായി പൂർണ്ണതയിലെത്തി എന്നുള്ള അവകാശവാദമൊന്നുമില്ല. ഫെമിനിസത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് മാത്രം പറയാം. ഈ ട്രോള് ഒറിയൻ ഉണ്ടാക്കിയ ട്രോളാണ്. റീമ കല്ലുങ്കൽ അവരുടെ പ്രസംഗത്തിൽ വളരെയധികം നേരം ജെൻഡർ ഇക്വാളിറ്റിയെക്കുറിച്ച് സംസാരിച്ചെങ്കിലും പൊതു മലയാളിക്ക് മനസ്സിലായ കാര്യം അവർക്ക് ചെറുപ്പത്തിൽ മീൻ വറുത്തത് കഴിക്കാൻ കിട്ടാത്തത് കൊണ്ട് ഫെമിനിസ്റ്റായി എന്നുള്ള കാര്യമാണ്. ഫെമിനിസം പോലെ ഇത്രമാത്രം ഈ മിസ്റെപ്രസെൻറ്റഡ് ആയിട്ടുള്ള ഒരു വാക്കുണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. ഫെമിനിച്ചി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ അവരെ അധിക്ഷേപിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ പാവാട എന്ന വാക്ക് സ്ത്രീപക്ഷ നിലപാടുകൾ സംസാരിക്കുന്ന പുരുഷന്മാരെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് പാവാട. മലയാളികളുടെ പൊതുബോധത്തിൽ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയാണ മന്ത്രം സിനിമയിലെ സുകുമാരിയാണ്. പലതരം ഫെമിനിസങ്ങളുണ്ട്. ലിബറൽ ഫെമിനിസം, കൾച്ചറൽ ഫെമിനിസം, റാഡിക്കൽ ഫെമിനിസം, ഇക്കോ ഫെമിനിസം, ഇൻഡിജിനസ്, ഇൻ്റർസെക്ഷണൽ ഫെമിനിസം, അങ്ങനെ പലതും. ഇതെല്ലാം അതത് കാലങ്ങളിൽ ഓരോരോ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. സെക്സും ജെൻഡറും എന്താണ് എന്ന് പലർക്കും അറിയില്ല. സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനനേന്ദ്രിയത്തിൻ്റെ വ്യത്യാസമാണ്. പുരുഷൻ, സ്ത്രീ, ഇൻ്റർസെക്സ് എന്നിങ്ങനെ. എന്നാൽ ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ, അല്ലെങ്കിൽ സ്ത്രീ ശരീരത്തിലെ പുരുഷൻ, പുരുഷ ശരീരത്തിലെ സ്ത്രീ എന്നിങ്ങനെ പല തരത്തിലുണ്ട്. ഇതൊരു ബ്രോഡായിട്ടുള്ള ഒരു സ്പെക്ട്രമാണ്. ഒരിക്കൽ ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടുത്തെ മാനേജർക്ക് ഒരു സെക്രട്ടറിയുടെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ അവർ പരസ്യം ചെയ്തിരുന്നു HR. അപ്പോൾ അതിലെ HR എൻ്റെ അടുത്ത് രഹസ്യമായിട്ട് വന്ന് പറഞ്ഞ കാര്യം, ഇദ്ദേഹം പറഞ്ഞ ഒരു ഡിമാൻഡ്, എടുക്കുന്ന ആരെയും എടുത്താലും കുഴപ്പമില്ല, അതൊരു സ്ത്രീ ആയിരിക്കരുത് എന്നുള്ളതാണ്. പക്ഷേ ആ ജോലിക്ക് വേണ്ടി പുരുഷന്മാരാരും അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് അവർക്ക് ഒരു സ്ത്രീയെ തന്നെ അതിനെ സെലക്ട് ചെയ്യേണ്ടി വന്നു. ഇവർ വളരെ വിദഗ്ധയായിരുന്നു അവരുടെ ജോലിയിൽ. അവർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന സമയത്തേക്കാളൊക്കെ വളരെ മുന്നേ പണികളെല്ലാം ചെയ്ത് തീർത്തതിന് ശേഷം മറ്റുള്ളവരുടെ പണികൾ കൂടെ ഏറ്റെടുത്ത് ചെയ്യുന്നത് ശീലമാക്കിയിരുന്നവർ. ഏതായാലും അവർ കുറച്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ജോലി മാറിപ്പോയി. അപ്പോൾ വീണ്ടും ഇതേ വേക്കൻസി വന്നു. അപ്പോഴും മാനേജർ HR പറഞ്ഞ ഡിമാൻഡ് ഒരു സ്ത്രീയെ ജോലിക്ക് എടുക്കരുതെന്നായിരുന്നു. അതായത് യോഗ്യത ഉണ്ടെങ്കിലും സെലക്ട് ചെയ്യപ്പെടുന്നില്ല. ഇവിടെയാണ് ഫെമിനിസം മുന്നോട്ട് വയ്ക്കുന്ന ആശയം, നിങ്ങളുടെ ജെൻഡർ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ അത്തരത്തിൽ കിട്ടാവുന്ന ഓപ്പർച്യൂണിറ്റികളിൽ വിവേചനം പാടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കുകൾ ഇതൊക്കെയാണ്. ഇതിലൊന്നും പുതുമയുള്ള ഒരു കാര്യവുമില്ല. എന്നാൽ അടുത്തിടെ പല കമൻറ്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത്തരം കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള ധാരണകൾ പോലും പലർക്കും ഇല്ലെന്ന് എനിക്ക് തോന്നി. മാത്രവുമല്ല, ഒരു പ്രവാസി എന്ന നിലയിൽ ഞാൻ മലയാളികൾ അല്ലാത്തവരായിട്ടുള്ള ഇന്ത്യക്കാരും മറ്റ് വിദേശീയരുമായിട്ടും ഉണ്ടാകുന്ന ഇൻട്രാക്ഷനുകൾ, അവരുടെ കമൻറ്റുകളും അവർ നടത്തിയിട്ടുള്ള പോസ്റ്റിങ്ങുകളും ഒക്കെ എൻ്റെ ഈ വിഷയങ്ങളെ തിരഞ്ഞെടുക്കാൻ സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് ഞാൻ പറയാൻ പോകുന്ന വിഷയം കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് വേവ് ഫെമിനിസം. അതാത് കാലങ്ങളിൽ ഓരോ ഫെമിനിസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിലെ ഫസ്റ്റ് വേവ് എന്ന് പറയുന്നത് വോട്ടിംഗ് അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള പോരാട്ടങ്ങളാണ്. സെക്കൻഡ് വേവ് എന്ന് പറയുന്നത് ജെൻഡർ ഇക്വാളിറ്റിക്ക് വേണ്ടിയിട്ടും. തേർഡ് വേവ് ഇതേ സെക്കൻഡ് വേവ് കൊണ്ട് കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നതാണ്. ഒരു ഫെമിനിസ്റ്റ് ആയിരിക്കുക എന്നതിൻ്റെ ഉദ്ദേശം, എന്നതിൻ്റെ അർത്ഥം ഒരാൾക്ക് വിവേചനം അനുഭവിച്ചിട്ടുണ്ട് എന്നല്ല. പലരും പറയാറുണ്ട്, എനിക്ക് ദുരനുഭവങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ എന്തിനാണ് ഫെമിനിസ്റ്റ് ആയിരിക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. ഒരാൾക്ക് അനുഭവമില്ല എന്നതിൻ്റെ അർത്ഥം മറ്റൊരാൾക്ക് അനുഭവമില്ല എന്നല്ല. ഒരാൾക്ക് അനുഭവമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എത്രമാത്രം പ്രിവിലേജ്ഡ് ആണെന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം. പുരുഷാധിപത്യത്തെ അനുകൂലിക്കുന്ന സ്ത്രീകളുണ്ട്, സ്ത്രീപക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന പുരുഷന്മാരുണ്ട്. നിങ്ങൾ എന്ത് ജെൻഡറിൽപ്പെട്ട ആളും ആയിക്കൊള്ളട്ടെ, ജെൻഡർ ഇക്വാളിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്നതിന് നിങ്ങളുടെ ജെൻഡർ ഒരു പ്രശ്നമല്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. സഫ്രേജ് മൂവ്മെൻറ്റ് വോട്ടവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള മൂവ്മെൻറ്റാണ് ഫസ്റ്റ് വേവ് ഫെമിനിസവുമായി ബന്ധപ്പെട്ടിട്ട്. നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡൻറ്റുമാരായിരുന്ന ജോർജ് വാഷിങ്ടൺ, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ തോമസ് ജെഫേഴ്സൺ, അതുപോലെ തന്നെ എബ്രഹാം ലിങ്കൺ ഒക്കെ ആഫ്രിക്കൻ അടിമകളെ വീടുകളിലൊക്കെ നിർത്തിയിരുന്നു. അന്നത്തെ കാലത്തെ ഒരു ശരിയായിരുന്നു അത്. അമേരിക്കൻ അബോളിഷനിസ്റ്റ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പോരാട്ടങ്ങൾ നടത്തിയ ഒരു മനുഷ്യനാണ് ഫ്രെഡറിക് ഡഗ്ലസ്. അദ്ദേഹം ഒരു മുൻ അടിമയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ
നമുക്ക് നോക്കാം. I do not see how anyone can pretend that there is the same urging in giving the ballot to women as to the Negro. അതായത് അടിമത്തത്തിൻ്റെ എല്ലാ ദുരനുഭവങ്ങളിലൂടെയും പോയ ആ മനുഷ്യന് വോട്ടവകാശം അടിമയായ പുരുഷന് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സ്ത്രീകൾക്ക് കൊടുക്കണമെന്ന് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. അതേ കാലയളവിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ് എലിസബത്ത് കെ ഡി സ്റ്റാൻറ്റൺ. അവർ എന്നാൽ പറഞ്ഞത് സ്വാതന്ത്ര്യം എന്നതിൻ്റെ അർത്ഥം ആഫ്രിക്കൻ അടിമയ്ക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം മാത്രമല്ല, എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങളിൽ പെട്ടുകിടക്കുന്നവർക്കും കൊടുക്കാവുന്ന സ്വാതന്ത്ര്യമാണ്. അതായത് അന്ന് ഒരുപക്ഷെ പൊതുബോധം അനുസരിച്ച് ഇവർക്ക് എന്തെങ്കിലും തലയ്ക്ക് അസുഖമുണ്ടോ എന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം സ്ത്രീകൾക്ക് തുല്യമായ വോട്ടവകാശം കൊടുക്കേണ്ടത് ഒരു ആവശ്യമായി വന്നിട്ടുണ്ട്. അതായത് കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇത് 1912 വോട്ടവകാശങ്ങളെക്കുറിച്ച് ആയുള്ള ചർച്ചയിൽ വന്നിട്ടുള്ളൊരു പോസ്റ്ററാണ്. അതിൽ പറയുന്ന അനുസരിച്ച് ഒരു സ്ത്രീ, അവർ മേയറോ നേഴ്സോ ഡോക്ടറോ ടീച്ചറോ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരോ ഒക്കെ ആണെങ്കിലും അവർക്ക് വോട്ടവകാശമില്ല. എന്നാൽ ഒരു പുരുഷൻ, അയാളൊരു കുറ്റവാളിയാണെങ്കിലോ ഒരു മാനസിക രോഗിയാണെങ്കിലോ ഒരു കുടിയനാണെങ്കിലോ അല്ലെങ്കിൽ ഡിസേബിൾഡ് ആണെങ്കിലോ അയാൾക്ക് വോട്ടവകാശം ഉണ്ട്. ഇതിൻ്റെ വിവേചനം പുറത്ത് കാണിക്കുന്ന ഒരു പോസ്റ്ററാണത്. അതിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ വോട്ടവകാശം സ്ത്രീകൾക്ക് കൊടുക്കാത്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് വത്തിക്കാനാണ്. ദ പ്രോബ്ലം വിത്ത് നോ നെയിം. 1957 ബെറ്റി ഫ്രൈഡാൻ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ്, അവർ ഗ്രാജുവേറ്റ് ചെയ്തതിന് ശേഷം ഒരു 15ാം വർഷത്തിൻ്റെ റീയൂണിയൻ കൂടെ പഠിച്ചവരായിട്ട് നടത്തിയപ്പോൾ ഇവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവരെല്ലാവരും അവരുടെ ജീവിതത്തിൽ വളരെ അസ്വസ്ഥരാണെന്നുള്ളതാണ്. പക്ഷേ അതിനുള്ള കാരണം എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഇവരെല്ലാവരും വളരെ കല്യാണം കഴിച്ച് കുട്ടികളുമൊക്കെ ആയിട്ട് വീട്ടമ്മമാരായിട്ട് ജീവിക്കുന്ന സ്ത്രീകളാണ്. അപ്പോൾ ഇവരത് പുറത്തു പോയതിന് ശേഷം കൂടുതൽ സർവേകളൊക്കെ നടത്തി. അപ്പോൾ ഇവർക്ക് മനസ്സിലായ കാര്യം, മിക്കവാറും ഗ്രാജുവേറ്റ് ചെയ്തതിന് ശേഷം വീട്ടമ്മയായിരിക്കുന്ന സ്ത്രീകൾക്കെല്ലാം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അവരിതിൻ്റെ കണ്ടെത്തലുകളെല്ലാം ബേസ് ചെയ്തിട്ട് അവരൊരു 1963 ദി ഫെമിനിൻ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. അത് 3 വർഷത്തിനുള്ളിൽ 30 ലക്ഷം കോപ്പികൾ വിറ്റഴിച്ചു. അതായത് സ്ത്രീ അമ്മയാണ്, ദേവിയാണ് എന്ന് പറഞ്ഞ് ആദർശവൽക്കരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അന്നത്തെ ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞനായിരുന്ന സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ പ്രകൃതി സ്ത്രീകളുടെ പരമമായ ലക്ഷ്യമായി കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു നല്ല ഭാര്യയായിരിക്കുക എന്നാണ്. ഇന്ന് നമുക്കത് ശരിയല്ലെന്നറിയാം. ഇന്ന് നമുക്ക് ഫ്രോയിഡ് പറഞ്ഞ പല കാര്യങ്ങളും തെറ്റാണെന്നറിയാം, കൊക്കൈൻ തെറാപ്പിയും ഹിപ്നോട്ടിസവും ഉൾപ്പെടെ. പക്ഷേ അന്നത്തെ ഏറ്റവും വലിയ ആധികാരിക ശബ്ദമായിരുന്നു ഫ്രോയിഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള വാർപ്പ് മാതൃകകൾ സൃഷ്ടിച്ചതിന് ശേഷം സ്ത്രീകൾ അങ്ങനെ പെരുമാറണമെന്ന് സമൂഹം കൽപ്പിച്ചു കൂട്ടിയിരിക്കുകയാണ്. പക്ഷേ ഇവരുടെ ചോദനകൾ വ്യത്യസ്തമായിരിക്കാം. അവർക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലായിരിക്കാം, കുട്ടികളുണ്ടാവാൻ താല്പര്യമില്ലായിരിക്കാം, അവരുടെ ഇഷ്ടങ്ങൾ വ്യത്യസ്തമായിരിക്കാം. അതൊന്നും ചെയ്യാൻ സാധിക്കാതെ സമൂഹം കൊടുത്തിരിക്കുന്ന ആ വാർപ്പ് മാതൃകയിൽ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അസ്വസ്ഥരായിരിക്കും, ജീവിതം വിരസമാകും. അതുപോലെ തന്നെ ദ ബ്യൂട്ടി മിത്ത്, സ്ത്രീകൾ ഒരുങ്ങി നടക്കണം എന്ന് ആളുകൾ പറയാറുണ്ട്. പക്ഷേ അത് പലപ്പോഴും പുരുഷനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നടക്കണം എന്നുള്ള അർത്ഥത്തിലാണ്. ഒരുങ്ങി നടക്കാൻ ഇഷ്ടമുള്ളതുപോലെ ഒരുങ്ങി നടക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തത് അഷിത എഴുതിയ ഒരു ചെറിയ കഥയാണ്. അതിങ്ങനെയാണ്, ഞാൻ വായിക്കാം. അതിരാവിലെ എഴുന്നേറ്റു, മുറ്റമടിച്ചു, ചായയിട്ട് പ്രാതലൊരുക്കി, കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചിറക്കി ഒരുക്കി, സ്കൂളിലേക്ക് അയച്ചു, അടിച്ച് നനച്ചു, ഉച്ചയൂണൊരുക്കി, വിരുന്നുകാർക്ക് വിളമ്പി, ഭർത്താവിനെ കാണാനെത്തിയ കാനേശുമാരി കണക്കെടുപ്പുകാർക്ക് ചായയുമായി ചെല്ലുമ്പോൾ മൂരി നിവർന്ന് ഭർത്താവ്, ഭാര്യ വയസ്സ് 35, ജോലിയില്ല എന്ന് പറയുന്നത് കേട്ട് ഹൃദയം ഒരു ബലൂൺ കണക്കെ പൊട്ടി അവൾ മരിച്ചു വീണു. ഒരു പാവം ഹൃദയത്തെ സ്തംഭിപ്പിക്കാൻ ജീവിതത്തിൻ്റെ കയ്യിൽ നിരവധി ഉപായങ്ങളുണ്ടാവാം. സ്ത്രീകൾക്ക് അപ്രിസിയേഷൻ കിട്ടുന്നില്ല. പക്ഷേ ഇതിനൊരു മറുപുറം കൂടിയുണ്ട്. സ്ത്രീകളെ പുകഴ്ത്തി അവരെ കൊണ്ട് ജോലികളെല്ലാം ചെയ്യിക്കുന്ന ഒരു പുരുഷാധിപത്യ തന്ത്രം. ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇതിനെക്കുറിച്ച് വായിച്ചതാണ്, അതൊന്ന് കൂടെ വായിക്കാം. ഒരാൾ എഴുതിയത്: ഭാര്യ ഇന്ന് രാവിലെ എൻ്റെ 3ാമത്തെ പൈങ്കിളിക്ക് ജന്മം നൽകി. ഓപ്പറേഷനായിരുന്നു. മകളും അമ്മയും സുഖമായിരിക്കുന്നു. സത്യം പറഞ്ഞാൽ വിശേഷം ഉണ്ടെന്നറിഞ്ഞ അന്നു മുതൽ ഒരു നേരം ഇരിക്കാനോ ശരീരം തളർന്ന് കിടക്കാനോ അവൾക്ക് സാധിച്ചിട്ടില്ല. എല്ലാ സമയവും ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. എനിക്ക് അതിശയമായിരുന്നു. പാവം, ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സഹിച്ചു. വെച്ചും വിളമ്പിയും 9 മാസം തള്ളി നീക്കി. വയ്യ എന്ന് പറഞ്ഞ് അവൾ ഒരു നേരം കിടന്നിട്ടില്ല. വീട്ടുജോലി ചെയ്ത് അവൾ തളർന്നിരിക്കുന്നത് കാണുമ്പോൾ സങ്കടം വരും. എന്നാലും അവൾ പറയും കുഴപ്പമില്ല എന്ന്. അവസാന മാസത്തെ സ്കാനിങ്ങിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് തൂക്കക്കുറവുണ്ടെന്ന്.
റെസ്റ്റ് ഇല്ലാതെ ഗർഭിണിയായിരിക്കുമ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പെടാപ്പാടുപെടുന്ന അവളാണ് എൻ്റെ മാലാഖ. ഇതിലെവിടെയും തളർന്നിരിക്കുന്ന ഭാര്യയ്ക്ക് വേണ്ടിയുള്ള ജോലി ഞാൻ ചെയ്തു കൊടുത്തു എന്ന് പറയുന്നില്ല. അതായത് ഇത് അവരുടെ ജോലിയാണ്. അവരുടെ ജോലി അവർ ഏതാണ്ട് മരിക്കാറായാലും ചെയ്തു കൊടുക്കുമ്പോൾ കിട്ടുന്ന അപ്രിസിയേഷനാണ് ആ കണ്ടത്. അപ്പോൾ ഇതിന് വന്ന ഒരു കമൻറ്റ് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് ഞാൻ വായിക്കാം. തളർന്നിരിക്കുന്നത് കാണുമ്പോൾ സങ്കടം വരുന്നു, അപ്പോൾ എന്ത് ചെയ്തു? സങ്കടം കടിച്ചമർത്തിക്കൊണ്ട് അവൾ ഉണ്ടാക്കിയ മീൻകറിയും കൂട്ടി 2 ഉരുള ചോറ് കൂടുതൽ ഉണ്ടു. ഇത് ആനീസ് കിച്ചൻ എന്ന് പറയുന്ന ഒരു പ്രശസ്തമായിട്ടുള്ള പരിപാടിയാണ്. ഈ പരിപാടി സ്ത്രീകളെക്കുറിച്ചുള്ള വാർപ്പ് മാതൃക മുന്നോട്ട് വയ്ക്കുന്ന ഒന്നാണ്. ഇതിൽ അതിഥിയായി വന്ന ഒരു നടി പറഞ്ഞത് ഫെമിനിസം വേണ്ട, ഞങ്ങൾക്ക് ഇക്വാലിറ്റി മതി എന്നാണ്. അതുപോലെ തന്നെ പുരുഷന്മാരെക്കാൾ ഒരു പടി താഴെയാണ് സ്ത്രീകൾ നിൽക്കേണ്ടതെന്ന് അതേസമയം തന്നെ പറയുകയും ചെയ്തു. എന്നാൽ ഇതിൽ അതിഥിയായി വന്ന നവ്യ നായർ, നവ്യ പറഞ്ഞൊരു കാര്യം, നവ്യയോട് ആനി ചോദിച്ച ഒരു കാര്യം, ഒരു നല്ല വീട്ടമ്മയാണെങ്കിൽ കുക്കിംഗ് അറിഞ്ഞിരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്നത്, നല്ല വീട്ടമ്മയാവണമെങ്കിൽ കുക്കിംഗ് ചെയ്യണോ? കുക്കിംഗ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മേക്കപ്പ് എന്താണ് ചെയ്യാത്തതെന്ന് നിമിഷയോട് ചോദിക്കുമ്പോൾ നിമിഷ പറയുന്നുണ്ട്, അത് മേക്കപ്പ് ചെയ്യോ ചെയ്യാതിരിക്കുമോ എന്നുള്ളത് സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ എന്നെ സിനിമയിൽ കണ്ടോളൂ, എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ ഞാൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് ആരും ബോധർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് ശക്തമായി തന്നെ പറയുന്നുണ്ട്. ഫോഴ്സ്ഡ് മാരേജസ്, അതായത് ഇന്ത്യയിൽ അറേഞ്ച്ഡ് മാരേജിന് പകരം ഡേറ്റിംഗ് സിസ്റ്റം ആയിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നത് മിക്കവാറും പുരുഷന്മാർക്ക് കല്യാണം കഴിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് പുരുഷന്മാർ സ്ത്രീവിരോധികളും മറ്റ് മോശം ശീലങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലും ഇത് കവറപ്പ് ചെയ്യുന്നത് അറേഞ്ച് മാരേജ് ത്രൂ ആണ്. കാരണം അവിടെ ഇവൻ്റെ ദുർഗുണങ്ങളെക്കാൾ മുഴച്ചു നിൽക്കാൻ പോകുന്നത് കുടുംബമഹിമയും വീട്ടുകാർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസും ആയിരിക്കും. പുരുഷനെ നന്നാക്കാനല്ല വിവാഹം കഴിപ്പിക്കേണ്ടത്. ഇത്രയും വർഷം വീട്ടുകാരുടെ ഒപ്പം നിന്നിട്ട് കന്നന്തിരിവ് കാണിക്കുന്ന ഒരാൾ കല്യാണം കഴിച്ച് മാറുമെന്ന് നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കേണ്ടതില്ല. പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കല്യാണ സമയത്ത് മക്കളോട് പറയും, ഞങ്ങൾക്ക് ഈ ജീവിതം മൊത്തം ഒരുപാട് കണ്ടതാണെന്ന് മുതിർന്നവർ പറയും. അപ്പം നമ്മൾ പറയുന്ന ഡിസിഷൻസുമായിട്ട് നിങ്ങൾ സഹകരിക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ലോകം യഥാർത്ഥത്തിൽ ആ മുതിർന്നവരുടെ ചിന്തകളെക്കാൾ വളരെ വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അവരുടെ കയ്യിലുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കാലഹരണപ്പെട്ടതായിരിക്കും. അതുകൊണ്ട് മുതിർന്നവർ പറയുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം വിവാഹം പോലെ ഒരു കാര്യം തീരുമാനമെടുക്കുന്നതിൽ സൂക്ഷിച്ചെടുക്കണം എന്നാണ്. ഇവിടുത്തെ ചൈൽഡ് മാരേജസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2019 യൂണിസെഫിൻ്റെ കണക്ക് പ്രകാരം ലോകത്ത് നടക്കുന്ന ശൈശവ വിവാഹങ്ങളിൽ 1/3 നടക്കുന്നത് ഇന്ത്യയിലാണ്. അത് തന്നെ ബീഹാർ, രാജസ്ഥാൻ, വെസ്റ്റ് ബംഗാളിൽ മാത്രം 40% നടക്കുന്നുണ്ട്. കോവിഡിൻ്റെ ലോക്ക്ഡൗൺ സമയത്ത് ബന്ധൻ തോടെന്ന് പറയുന്ന ഒരു ആപ്പ് അവർ റിപ്പോർട്ട് ചെയ്തത് 32 ശൈശവവിവാഹ കേസുകളാണ്. ആ ആപ്പിൽ SOS സന്ദേശങ്ങളുടെ ബാഹുല്യം കാരണം അവർക്ക് ആ ആപ്പ് താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. ഏതാണ്ട് കുട്ടികൾക്കെതിരെയുള്ള പീഡനങ്ങൾ ഏതാണ്ട് 50% ഈ കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കണക്ക്. ചൈൽഡ് ലൈൻ ഇന്ത്യയാണ് ആ കണക്ക് പുറത്തുവിട്ടത്. ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നിർബന്ധിക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഭർത്താവിൻ്റെ പാലിൽ വിഷം കലർത്തി, പക്ഷേ ആ പാല് മറ്റാവശ്യങ്ങൾക്കായിട്ട് എടുത്തിട്ട് പലരും അത് കഴിക്കുകയാണ് ചെയ്തത്. 17 പേർ അങ്ങനെ കൊല്ലപ്പെട്ട വാർത്ത പാകിസ്ഥാനിൽ നിന്ന് വന്നതാണ്. അതുപോലെ ഇത് കേരളത്തിൽ ഇഷ്ടമല്ലാത്ത വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിന് ഉണ്ടായിട്ടുള്ള മാധ്യമ വിചാരണയും വീട്ടുകാരുടെ പീഡനങ്ങളിലും മനസ്സ് തകർന്ന ഒരു പെൺകുട്ടിയെ കാണാൻ വേണ്ടി വനിതാ കമ്മീഷൻ ചെന്നിരുന്നു എന്നുള്ളൊരു വാർത്തയാണ്. സെക്സ് ആൻഡ് ഓർഗാസം. സിത്താര എഴുതിയൊരു കഥയുണ്ട്, അഗ്നി എന്നാണ് എൻ്റെ പേര്. അതിൽ ഒരു പെൺകുട്ടിയെ 3 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടിയെ വീണ്ടും കൊത്തി നോവിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിലെ നേതാവ് അവളോട് ചോദിക്കുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ അനുഭവം? അപ്പോൾ ഇവർ പറയുന്നു, തൻ്റെ പ്രകടനം വളരെ മോശമായിരുന്നു, തനിക്ക് ഒരു സ്ത്രീയെ പൂർണ്ണാർത്ഥത്തിൽ തൃപ്തിപ്പെടുത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സ്ത്രീ പുരുഷനോട് നിങ്ങൾക്കെന്നെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു അവൻ്റെ പരിപാടി. സഹിക്കാൻ പറ്റില്ല. പളുങ്ക് പാത്രം പോലെ ഫ്രജൈലായിട്ടുള്ള ആ മെയിൽ ഈഗോ ചിന്നിച്ചിതറും. പക്ഷേ അതുകൊണ്ട് റിയാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ റിയാക്ഷൻസൊക്കെ ചിലപ്പോൾ വയലൻ്റ് ആയിരിക്കും, അത് സൂക്ഷിക്കണം. ഈ മെയിൽ ഈഗോയെക്കുറിച്ച് അവർക്ക് ഹർട്ടാവുന്നതിനെക്കുറിച്ച് സ്ത്രീകൾക്കറിയാം. അതുകൊണ്ട് അവരോട് അവരുടെ പാർട്ട്നേഴ്സിനോട് ഇത് പറയില്ല. മാത്രമല്ല, സ്ത്രീകൾ എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു വാർപ്പ് മാതൃകയും ഉണ്ട്. അതുപ്രകാരം ഒരു സ്ത്രീ സെക്സ് ചോദിക്കുകയോ തൻ്റെ ഇഷ്ടങ്ങൾ പറയുകയോ ചെയ്യുന്നത്
ചെയ്താൽ അതൊരു മോശം കാര്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു മോശക്കാരി എന്നുള്ള ഒരു ചാപ്പ അടിച്ച് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീകൾ പരമാവധി മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ തുറന്ന ചർച്ച പങ്കാളികൾ തമ്മിൽ വേണ്ടുന്ന ഒരു മേഖലയാണിത്. ഇതെന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഓർഗാസം ഉണ്ടാവാത്തതെന്നുള്ളതിന് പല കാരണങ്ങളുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വളരെ ലളിതമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതെല്ലാവർക്കും ഒന്ന് കാണാവുന്നതാണ്. ജീവിതം ആഹ്ലാദകരമാവുകയാണ് വേണ്ടുന്നത്. ബർത്ത് കൺട്രോൾ. പുരുഷന്മാരാണ് സ്ത്രീകൾക്ക് പകരം ഗർഭിണികളായിരുന്നെങ്കിൽ നിങ്ങൾ കൂടുതൽ സൂക്ഷിക്കുമായിരുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യവുമായിട്ട് വന്ന ഒരു പോസ്റ്ററാണ്. ഏതാണ്ട് 47% ഗർഭധാരണങ്ങളും അൺപ്ലാൻഡ് ആണ്. ഇതിന് കാരണം മിക്കവാറും പേർക്ക് ഗർഭധാരണത്തെക്കുറിച്ചുള്ള ധാരണ കുറവാണ്. എല്ലാ ലൈംഗിക ബന്ധങ്ങളും കുട്ടികളുണ്ടാവാനുള്ള സ്ത്രീയുടെ സമ്മതമല്ല. ഒരു കുട്ടിയെ ജനിപ്പിക്കുമ്പോൾ ആ കുട്ടിയോട് നമുക്ക് വളരെയധികം ഉത്തരവാദിത്തമുണ്ട്. അതിന് ഏറ്റവും മികച്ച ജീവിത സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ പേരൻസിന് വളരെയധികം ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അതിന് കഴിയാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടെയുണ്ട്. ഒരു പക്ഷേ അബദ്ധവശാൽ ഗർഭമുണ്ടായി പോയി കഴിഞ്ഞാൽ അത് വളരെ സേഫായിട്ട് ടെർമിനേറ്റ് ചെയ്യാനുള്ള സാമൂഹിക പശ്ചാത്തലമാണ് ഉണ്ടാവേണ്ടത്. ഫോറൻസിക് സയൻസ് ഇൻ്റർനാഷണൽ ജേർണൽ പ്രകാരം അമേരിക്കയിൽ ഒരു വർഷം 500 കുട്ടികൾ അവരുടെ പേരൻസിനാൽ കൊല്ലപ്പെടുന്നു എന്നാണ്. അതിൽ 72% 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. 57% അച്ഛന്മാരും 43% അമ്മമാരുമാണ് ഈ കൊലപാതകം നടത്തുന്നതെന്നാണ് പറയുന്നത്. അതിൽ 90% ബയോളജിക്കൽ പേരൻസ് തന്നെയാണ് കുഞ്ഞുങ്ങളെ കൊല്ലുന്നത്. ഇതിന് കാരണമായിട്ട് പറയുന്നത് മെൻ്റൽ ഇൽനെസ്, അക്യൂട്ട് സൈക്കോസിസ്, അൺവാണ്ടഡ് ചൈൽഡ്, ആക്സിഡൻ്റലായിട്ടുണ്ടായത്, പിന്നെ പങ്കാളിയോടുള്ള റിവെഞ്ച് എന്നിങ്ങനെയാണ് ഇതിൻ്റെ കാരണങ്ങൾ പറയുന്നത്. അമ്മ എന്നാൽ സ്നേഹമയിയാണ്, കരുണാമയിയാണ് എന്നുള്ള ഒരു ധാരണയുണ്ട്. കുട്ടികളെ കൊല്ലുന്നത് കുറ്റമാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിലേക്ക് അവരെ നയിച്ച സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് പലപ്പോഴും ആരും അന്വേഷിക്കാറില്ല. അവർക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ടോ, അതുപോലെ തന്നെ ഇതൊരു അൺവാണ്ടഡ് ചൈൽഡായിരുന്നോ, അവർ മുമ്പ് അബോർഷന് ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിരുന്നതാണോ, ഇത്തരം ചോദ്യങ്ങളൊന്നും ആരും ചോദിക്കുന്നില്ല. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ടതാണ്. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീ എങ്ങനെ കടന്നു പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു മ്യൂസിക് വീഡിയോ ഉണ്ട്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പ്രസവശേഷം ഡിപ്രഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനുള്ള ഒരു ഫിസിക്കൽ കാരണം എന്ന് പറയുന്നത് അവരുടെ ഹോർമോണിലുണ്ടാകുന്ന വ്യതിയാനമാണ്, പ്രത്യേകിച്ച് ഈസ്ട്രോജനിലും പ്രൊജസ്ട്രോണിലും. അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളിനകത്തും ഒരുപാട് ഡിപ്പ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ സ്ലീപ്പ് ഡിപ്രിവേഷൻ പോലുള്ള ഇമോഷണൽ കാരണങ്ങൾ. കൂടാതെ മറ്റ് കാരണങ്ങളായിട്ട് അവർക്ക് മുൻപ് ഡിപ്രഷൻ്റെ അസുഖം ഉണ്ടായിട്ടുണ്ടോ, അതുപോലെ തന്നെ ബൈപോളർ ഡിസോർഡർ ഉണ്ടായിട്ടുണ്ടോ, അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഡിപ്രഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതാണ്ട് 15 തൊട്ട് 75% വരെ സ്ത്രീകളിൽ ബേബി ബ്ലൂസ് സിംറ്റംസ് ഉണ്ടാകും. അതായത് മൂഡ് സ്വിങ്സ്, ആങ്സൈറ്റി, സാഡ്നെസ്, കരച്ചിൽ വരിക, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക. ഈ ബേബി ബ്ലൂ സിംറ്റംസ് ഉണ്ടാവുന്നതിൽ ഏതാണ്ട് 15 പേർക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഉണ്ടാവുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളായിട്ട് ബോണ്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, കുട്ടികളെ സ്നേഹിക്കാൻ കഴിയാതിരിക്കുക, ഇൻസോംനിയ ഉണ്ടാവുക, അതുപോലെ തന്നെ നല്ല അമ്മയല്ലെന്നുള്ളൊരു തോന്നലുണ്ടാവുക, സൂയിസൈഡൽ ടെൻഡൻസികൾ ഉണ്ടാവുക, കുഞ്ഞിനെ ഉപദ്രവിക്കാൻ തോന്നുക എന്നിങ്ങനെ. ഇത് ഞാൻ പറയുമ്പോൾ 1-2 പേർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെയൊക്കെ അമ്മമാരും ഒക്കെ പ്രസവിച്ചിട്ടില്ലേ, അപ്പോഴൊന്നും ഈ പ്രശ്നം ഉണ്ടായിട്ടില്ല. അന്നും ആ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. അത് മാത്രമല്ല, അങ്ങനെ ഒരു ഡിപ്രഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് പോസിറ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കതിനെ മറികടക്കാമെന്നാണ് അവർ പറയുന്നത്. വിഷാദ രോഗം എന്ന് തന്നെയാണ് പറയുന്നത്. അതൊരു രോഗമാണ്. അതിന് പ്രൊഫഷണൽ ഹെൽപ്പ് വേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മസ്തിഷ്കം എങ്ങനെ പ്രവർത്തിക്കുന്നു അങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമുക്ക് ഒരു കൺട്രോൾ ഉണ്ടെന്ന് നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അതിന് ഇതുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു ഉദാഹരണം പറയാം. ഫാൻറ്റം ലിംബ് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കൈപ്പത്തി ഒരു ആക്സിഡൻറ്റിൽ അറ്റുപോയെന്നിരിക്കട്ടെ. ഇപ്പോൾ എനിക്കറിയാം എൻ്റെ കൈപ്പത്തി ഇല്ല എന്നുള്ള കാര്യം. പക്ഷേ എനിക്ക് തള്ളവിരൽ ഭയങ്കരമായിട്ട് വേദനിക്കുന്നു എന്ന് തോന്നുകയാണ്. കൈയില്ല, പക്ഷേ തള്ളവിരൽ ഭയങ്കരമായിട്ട് വേദനിക്കുന്നു എന്ന് തോന്നുകയാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കം നമ്മുടെ കൈയും വിരലുകളും ഒക്കെ അവിടെ ഉള്ളതായിട്ട് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതില്ലാതാവുമ്പോഴത്തേക്കും വിരലുകളെ ഒന്ന് അനക്കാൻ വേണ്ടിയിട്ട് ചെറിയ വേദനകൾ നമ്മുടെ മസ്തിഷ്കം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, നമുക്ക് മസ്തിഷ്കത്തിൽ തോന്നുന്നതാണ്. അപ്പോൾ ഇതിന് ഒരു ക്യൂറായിട്ട് ഡോക്ടർ VS രാമേന്ദ്രൻ ഒരു കണ്ണാടിപ്പെട്ടി, ഒരു മിറർ ബോക്സ് കണ്ടുപിടിച്ചു. ഒരു കണ്ണാടി മാത്രമാണത്. അത് ഇപ്പോൾ വലത്ത് കൈയാണ് പോയെങ്കിൽ ഇടത്ത് കൈയുടെ ഇപ്പുറത്തെ സൈഡിലോട്ട് ഈ കണ്ണാടി വെക്കും. അപ്പോൾ ഈ കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കിതിൻ്റെ മിറർ ഇമേജ് ആയിട്ട് കാണും. അത് മസ്തിഷ്കം രജിസ്റ്റർ
രജിസ്റ്റർ ചെയ്യുന്നത് വലത്തെ കൈപ്പത്തിയായിട്ടാണ്. അങ്ങനെ നമുക്ക് വേദന ഇല്ലാതാവുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ്, നമ്മുടെ കൺട്രോളിലല്ല പല കാര്യങ്ങളും. നമ്മുടെ മസ്തിഷ്കം അങ്ങനെയല്ല പെരുമാറുന്നത്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചേക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വാർത്ത. 15 വർഷത്തിനിടയിൽ 12 പ്രസവം. ഈ വാർത്ത കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വല്ലായ്മ തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം പ്രസവം അവരെങ്ങനെ മാനേജ് ചെയ്യുന്നു. പക്ഷേ ആ വാർത്ത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ വളരെ സന്തോഷവതിയാണ്. അവർക്ക് ആവുന്ന കാലത്തോളം ഇനിയും പ്രസവിക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് അവരുടെ ചോയ്സാണ്. പക്ഷേ എൻ്റെ സംശയം അതൊരു ഇൻഫോംഡ് ചോയ്സ് ആണോ എന്നുള്ളതാണ്. ഒരു മതപരമായ ധാരണ വെച്ചിട്ട് സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രസവിക്കേണ്ടതാണെന്നുള്ള ലക്ഷ്യം അങ്ങനെയാണോ ഇവർ അത് ചെയ്യുന്നത്? മാത്രമല്ല ഇവർക്ക് ഇങ്ങനെ കൂടുതൽ പ്രസവിച്ചാൽ ഉണ്ടാകുന്ന കോൺസിനെ കുറിച്ച് ആശുപത്രി അധികൃതർ അവരെ ധരിപ്പിച്ചിട്ടുണ്ടോ? ഇപ്പുറത്ത് കാണുന്നത് കഫർനോം എന്ന് പറയുന്ന ഒരു ലെബനീസ് സിനിമയുടെ ഒരു പോസ്റ്ററാണ്. ഇതിൻ്റെ പ്രമേയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഫ്യൂജി ആയിട്ട് ക്യാമ്പിൽ കഴിയുന്ന ഒരു കുടുംബം, ധാരാളം കുട്ടികളുണ്ട്. അതിലെ സെയിൻ എന്ന് പറയുന്ന ഒരു ആൺകുട്ടി, അവന് മനസ്സിലാക്കുന്നു അവൻ്റെ സിസ്റ്ററിനെ ആദ്യത്തെ മെൻസ്ട്രേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ കല്യാണം കഴിച്ച് വിടാനാണ് പ്ലാൻ എന്ന് വീട്ടുകാരുടെ. കുട്ടിക്ക് ഏതാണ്ട് 12-13 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഈ പയ്യൻ സഹോദരിക്ക് മെൻസ്ട്രേഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നു. പക്ഷേ പിന്നീട് വീട്ടുകാരത് മനസ്സിലാക്കി ഈ കുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിടുന്നു. ഈ പയ്യൻ പിണങ്ങി വീട്ടിൽ നിന്ന് പോകുന്നു. പിന്നീട് കുറച്ച് നാൾക്ക് ശേഷം ഇവൻ തിരിച്ചു വരുമ്പോഴത്തേക്കും മനസ്സിലാക്കുന്നു ഈ സഹോദരി പ്രസവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോംപ്ലിക്കേഷൻസ് കാരണം മരണപ്പെട്ടു എന്നുള്ളത്. അങ്ങനെ ഈ പയ്യൻ പേരൻസുമായിട്ട് കൺഫ്രണ്ട് ചെയ്യുന്നു. അപ്പോൾ അമ്മ പറയുന്നത്, സാരമില്ല, അവൾ പോയെങ്കിലും ഞാനിപ്പോൾ ഗർഭിണിയാണ്, പുതിയൊരു സഹോദരിയെ നിനക്ക് കിട്ടുമെന്ന്. അങ്ങനെ ഈ പയ്യൻ ഇവർക്കെതിരെ കേസ് കൊടുക്കുകയാണ്. ഇത്രയധികം കുട്ടികളെ നോക്കാൻ പ്രാപ്തിയില്ലാത്തവർ കുട്ടികളെ ജനിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. എനിക്കും അതേ അഭിപ്രായം തന്നെയാണ്. വാഗിയേറിയ ദൈവം അരിക്കുള്ള വക കണ്ടെത്തി കൊടുക്കും എന്ന് പറയുന്നതിനേക്കാൾ നിരുത്തരവാദിത്വപരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വേറെ ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒഴിമറി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, ജയമോഹൻ തിരക്കഥ എഴുതി മഹദൂബാൽ സംവിധാനം ചെയ്തത്. വൃദ്ധയായ ഒരു സ്ത്രീ അവരുടെ ഭർത്താവിനെ എന്തുകൊണ്ട് ഡൈവോഴ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രമേയം. അതെല്ലാവരും ഒന്ന് കാണണം. ഡൈവോഴ്സ് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് പലപ്പോഴും അത് സ്ത്രീകൾക്കുണ്ടാക്കുന്ന നഷ്ടം വളരെ വലുതാണ് എന്നുള്ളതാണ്. ഡൈവോഴ്സ് വേണം എന്ന് പറയുമ്പോൾ തന്നെ പല ഉപദേശങ്ങളാണ് അവർക്ക് കിട്ടുന്നത്. കുടുംബത്തിൻ്റെ മാനം, കുട്ടികളുടെ കാര്യം എന്നിങ്ങനെ. അറിയാവുന്ന 2 ഇൻസിഡൻറ്റുകളിൽ ഭർത്താവിൻ്റെ അവിഹിത ബന്ധം കയ്യോടെ പിടികൂടിയപ്പോൾ ഭാര്യയ്ക്ക് കിട്ടിയ ഉപദേശം കുട്ടികളെ ഓർത്ത് ദയവ് ചെയ്ത് ഡൈവോഴ്സിന് പോകരുതെന്നാണ്. എന്നാൽ അതേസമയം മറ്റൊരു ഇൻസിഡൻറ്റിൽ ഭാര്യയ്ക്ക് അവിഹിത ബന്ധം ഉണ്ടെന്നുള്ള സംശയം ഭർത്താവ് പ്രകടിപ്പിച്ചപ്പോൾ ബന്ധുക്കളെല്ലാം ഉപദേശിച്ചത് അവരെ എത്രയും പെട്ടെന്ന് ഡൈവോഴ്സ് ചെയ്യാനാണ്. ഒരു അമ്മാവൻ മാത്രം ഒന്ന് ക്ഷമിച്ചുകൂടെ എന്ന് പറഞ്ഞപ്പോൾ അമ്മാവനെ ഇപ്പോൾ അവർ ശത്രുവായിട്ടാണ് കാണുന്നതെന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഡൈവോഴ്സ് കൂടുന്നു എന്നതിൻ്റെ അർത്ഥം ദമ്പതികൾ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ശ്വാസം മുട്ടിയല്ല ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ശ്വാസം മുട്ടിയുള്ള ജീവിതം ഒരു ജീവിതമാണോ എന്നും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഡൈവോഴ്സിൻ്റെ റേറ്റ് ആർട്ടിഫിഷ്യലി ലോ ആണ്. അതിന് കാരണം നമ്മുടെ ഇന്ത്യയിലെ പുരുഷാധിപത്യ സമൂഹം സ്ത്രീകൾക്കെതിരെ വളരെയധികം ബയസ്ഡ് ആണെന്നുള്ള കാര്യത്തിലാണ്. പ്രത്യേകിച്ച് ഒരു ഡൈവോഴ്സിന് പോകാൻ സ്ത്രീകളെ കൊണ്ട് സാധിക്കാറില്ല. അതിനുള്ള ചെലവുകൾ വഹിക്കാൻ വരുമാന മാർഗങ്ങളില്ല. മാത്രമല്ല ഭർത്താവിൻ്റെ വരുമാനം കോടതിയിൽ പ്രൂവ് ചെയ്യാൻ ഉള്ള തെളിവുകൾ ഹാജരാക്കാൻ ഇവർക്ക് പലപ്പോഴും കഴിയാറില്ല. പ്രത്യേകിച്ച് പലപ്പോഴും വരുമാനം അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള പണമാവുന്നതുകൊണ്ട്. എക്കണോമിക് റിസർച്ച് ഫൗണ്ടേഷൻ സർവേ നടത്തിയതിൽ ഫിസിക്കൽ വയലൻസ് ഉണ്ടായിട്ട് പോലും സ്ത്രീകൾ ഡൈവോഴ്സ് ചെയ്യാതെ നിൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ 60% പേര് പറഞ്ഞതും ഇവരുടെ കരിയർ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ അഫക്റ്റഡ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം കല്യാണം കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ കുട്ടികളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കണം. ഒരു 4-5 വർഷം ജോലിയിൽ നിന്ന് വിട്ടു നിന്നതിന് ശേഷം ഒരു സ്ത്രീക്ക് ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് ഫെമിസൈഡ്. ഇത് ഒരു ഇൻസ്റ്റലേഷനാണ്. ഒരു ആർട്ടിസ്റ്റ് തുർക്കിയിൽ 2018 നടത്തിയ ഒരു ഇൻസ്റ്റലേഷൻ. 440 പെയർ ഓഫ് ചെരുപ്പുകൾ, സ്ത്രീകളുടെ ചെരുപ്പുകളാണ് അത് തൂക്കിയിരിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വർഷം ലെബനണിൽ ഭർത്താക്കന്മാരാൽ കൊല്ലപ്പെട്ട സ്ത്രീകളുടെ എണ്ണമാണ് 440. എൻ്റെ ഒരു കസ്റ്റമർ, അദ്ദേഹം ഒരു സിറിയക്കാരനാണ്. അദ്ദേഹമായിട്ട് ഈയിടെ നടത്തിയ ഒരു ചർച്ചയിൽ ഇദ്ദേഹം പറഞ്ഞ കാര്യം, അവർക്കിപ്പോൾ നാട്ടിലേക്ക് പോകാനൊരു വഴിയില്ല.
കാരണം അവരുടെ ഗ്രാമങ്ങളും വീടുകളും ഒക്കെ ബോംബിങ്ങിൽ തകർന്നു. അവിടെ എല്ലാം വലിയ ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ ഇനിയിപ്പോൾ ചെയ്യാൻ പ്ലാനെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് കുറച്ച് ബന്ധുക്കളൊക്കെ ജർമ്മനിയിലുണ്ട്, പക്ഷേ അവിടേക്ക് പോകുന്നതിനെക്കുറിച്ച് പുള്ളിക്ക് അത്ര മതിപ്പില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലം അവരുടെ സംസ്കാരവുമായിട്ട് ചേർന്ന് പോകില്ല എന്നുള്ളതാണ്. ഞാൻ എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജർമ്മനിയിലൊക്കെ ഭാര്യ എങ്ങനെ അടിക്കുക എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പോലീസൊക്കെ ഉടനെ വരും. അതായത് ഭാര്യയെ അടിക്കുന്നത് സാംസ്കാരികപരമായിട്ട് നല്ല കാര്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യർ. ഒരുപക്ഷെ ചെറുപ്പം തൊട്ടേ അച്ഛൻ അമ്മയെ അടിക്കുന്നതും ചേട്ടത്തെ അടിക്കുന്നതും ഒക്കെ കണ്ടു വളരുന്ന തരത്തിലുള്ള കുട്ടികളായിരിക്കണം. ഇത് കണ്ടു വളരുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും ഇത് ഇൻ്റർണലൈസ് ചെയ്യും. അപ്പോൾ പെൺകുട്ടികൾക്കും ഭർത്താവ് അടിക്കുന്നത് വലിയ കുഴപ്പമില്ലെന്നായിരിക്കും അവിടെ തോന്നുന്നത്. അതുകൊണ്ടായിരിക്കണം അതൊരു സാംസ്കാരികപരമായിട്ട് ഉള്ള ഒരു കാര്യമായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇന്ത്യയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ 1/3 സ്ത്രീകൾ, ഏതാണ്ട് 27%, 1/3 സ്ത്രീകൾ 15 വയസ്സിന് മുകളിലോട്ട് ഫിസിക്കൽ വയലൻസിന് വിധേയരാകുന്നുണ്ട് എന്നുള്ളതാണ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ കണക്ക് പ്രകാരം പറയുന്നത്. അതിൽ 23% പേര് അർബൻ ഏരിയയിലും 29% പേര് റൂറൽ ഏരിയയിലുമാണ്. ഇത് കൂടാതെ ഒരു 13% പേർക്ക് ഇമോഷണൽ വയലൻസ് കൂടി ഉണ്ടാവുന്നുണ്ട്. അതിൽ അതിശയകരമായിട്ടുള്ള മറ്റൊരു കാര്യം അവർ പറയുന്നത് 54% സ്ത്രീകളും ഡൊമസ്റ്റിക് വയലൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതെങ്ങനെ സംഭവിച്ചിരിക്കാം? മിക്കവാറും സ്ത്രീ ഭൂമിദേവിയെ പോലെ സഹിക്കേണ്ടവളാണെന്നുള്ള പൊതുബോധത്തിൽ നിന്നായിരിക്കണം സ്ത്രീകൾ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത്. കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് ഇന്ത്യയിലും ഡൊമസ്റ്റിക് വയലൻസ് ഏതാണ്ട് ഡബിൾ ചെയ്തിരിക്കുകയായിരുന്നു. നാഷണൽ കമ്മീഷൻ ഓഫ് വുമൺ നടത്തിയ സർവേയിൽ പറയുന്ന പ്രകാരം ഇന്ത്യയിൽ 50% ഹൈക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു വാർത്തയും അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ ഞാൻ എടുത്തതാണ്. വാർത്ത ഇങ്ങനെയാണ്: ഭാര്യയ്ക്ക് അവിഹിത ബന്ധം ഉണ്ട് എന്ന് സംശയിക്കുന്ന ഭർത്താവ് അവരെ കൊലപ്പെടുത്തിയതിന് ശേഷം അവരുടെ തല വെട്ടിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി. അതിന് അടിയിൽ വന്നിട്ടുള്ള കമൻറ്റുകളാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. പലരും വളരെ നന്നായി പോയി എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ വ്യത്യസ്തമായിട്ട് ഒരാൾ പറഞ്ഞത് അവർക്ക് യഥാർത്ഥത്തിൽ അഫെയർ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ചെയ്തത് ശരിയാണ്, അല്ലെങ്കിൽ അത് തെറ്റായിപ്പോയി. ഇങ്ങനെ മനുഷ്യനെ കൊണ്ട് പറയാൻ പ്രേരിപ്പിക്കുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും? ഇത് സ്റ്റോണിങ് ഓഫ് സൊറൈയ എന്ന് പറഞ്ഞൊരു സിനിമ ആണ്. ഇറാനിൽ ഇത് ശരിക്കും നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി എടുത്ത സിനിമയാണ്. അതായത് ഒരാൾക്ക് മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയെ അവർക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് ഒരു കള്ളക്കഥ ഉണ്ടാക്കി അവരെ മത ആചാരപ്രകാരം വിചാരണ ചെയ്ത് കല്ലെറിഞ്ഞ് കൊല്ലുന്ന ഒരു സിനിമയാണ്. അങ്ങനെ കല്ലെറിയാൻ വേണ്ടിയിട്ട് ആദ്യം അവരുടെ അച്ഛനെ കൊണ്ട് തന്നെയാണ് കല്ലെറിയിക്കുന്നത്, പിന്നെ മക്കളെ കൊണ്ടും പിന്നെ നാട്ടുകാരെല്ലാവരും കല്ലെറിഞ്ഞ് അവരെ കൊലപ്പെടുത്തി. നമുക്ക് കണ്ടിരിക്കാം, അവസാനത്തെ ഒരു 15-20 മിനിറ്റ് നമുക്ക് കണ്ടിരിക്കാൻ പോലും പറ്റില്ല ആ സിനിമ, അത്രയ്ക്ക് നമുക്ക് വേദന തോന്നും. ഈ സിനിമയ്ക്ക് റിവ്യൂ ചെയ്തപ്പോൾ ഇതിനടിയിൽ വന്ന ഒരു കമൻ്റാണിത്. ഇതൊരു വലിയ കമൻ്റാണ്. അതിൽ പറയുന്ന പ്രകാരം ശിക്ഷയെ ഒറ്റയടിക്ക് നോക്കുമ്പോൾ പ്രാകൃതമായി തോന്നാം, പക്ഷേ അത് വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അങ്ങോട്ട് താഴോട്ട് എഴുതുന്നുണ്ട്, ഞാൻ വായിക്കുന്നില്ല. തപ്പട് ഈ വർഷം ഇറങ്ങിയ ഒരു മികച്ച സിനിമയാണ്. ആ സിനിമയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, എങ്കിലും ഒരു മികച്ച സിനിമയായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. അമ്മയോടും പെങ്ങളോടും പരുഷമായി പലപ്പോഴും ഇകഴ്ത്തി സംസാരിക്കുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഇകഴ്ത്തൽ കേട്ട് ഇങ്ങനെ ഇളിഭ്യനായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ അവൻ്റെ അമ്മ പറയുന്നത് അവനാള് ഒരു ശുദ്ധനാ, ഒരല്പം ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കുന്നേ ഉള്ളൂ. എന്നിരുന്നാലും ഒരിക്കൽ റാഷ് ഡ്രൈവിങ്ങിന് പോലീസ് ഇദ്ദേഹത്തെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പച്ചയ്ക്ക് തെറി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പ്രസ്തുത ദേശക്കാരൻ വളരെ ശാന്തനായിട്ട് ഇതെല്ലാം നിന്ന് കേട്ടതേ ഉള്ളൂ. മൂക്കിൻ്റെ തുമ്പത്താണ് എനിക്ക് ദേഷ്യം എന്ന് പറയുന്നവർ പോലും അത് പ്രകടിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചടി കിട്ടില്ല എന്ന് ഉറപ്പുള്ളിടത്ത് മാത്രമേ അങ്ങനെ പെരുമാറൂ. കാരണം ദ വിക്ടിംസ് ആർ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്. പുരോഗമനക്കാരാണെന്ന് സ്വയം വിചാരിക്കുന്ന പല പുരുഷന്മാരും ചില സ്ത്രീകളും ഈ സിനിമ കണ്ടിട്ട് ഡിവോഴ്സ് അല്പം കടന്നു പോയില്ലേ എന്ന് ചോദിക്കുന്ന കണ്ടു. സ്വന്തം ഭാര്യയ്ക്ക് ഒരല്പം ധൈര്യക്കുറവുള്ളത് കൊണ്ടാണ് അവർ തന്നെ വിട്ടുപോകാതെ നിൽക്കുന്നത് എന്ന് ബോധ്യപ്പെടുന്ന പുരുഷനാണ് ഈ കമൻറ്റുകൾ പറയുന്നത് പലപ്പോഴും. കാരണം ആ സ്ത്രീകൾക്ക് പോകാൻ ഒരിടമില്ല, അല്ലെങ്കിൽ സ്വന്തമായി വരുമാനമില്ല, മറ്റുള്ളവരെന്ത് പറയും എന്നുള്ളൊക്കെ ഒരു ചിന്തകളുണ്ടാവും. കൂടത്തായി കേസിൻ്റെ സമയം ഇനി ഭാര്യ തരുന്ന ഭക്ഷണം സൂക്ഷിച്ച് കഴിക്കണം എന്ന് പറയുന്ന എന്ന തരത്തിലുള്ള ട്രോളുകൾ ഇറങ്ങാൻ കാരണം ഞാൻ ജീവിച്ചിരിക്കുന്നത് ഭാര്യയ്ക്ക് ഒരല്പം ധൈര്യക്കുറവുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ആ ഫ്രൈറ്റനിങ് മൊമെൻറ്റിലാണ്. അതോടൊപ്പം കാണിക്കുന്നത് കെട്ടിയോളാണ് എൻ്റെ മാലാക എന്ന് പറഞ്ഞ, ഇത് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ്, പക്ഷേ ഇതിന് ഫാൻസൊക്കെ ഉണ്ടെന്ന് ഞാനിങ്ങനെ അറിഞ്ഞു. മാരിറ്റൽ റേപ്പിനെ ഗ്ലോറിഫൈ ചെയ്യുന്നെന്ന് ഞാൻ പറയുന്നില്ല,
പക്ഷേ അതിനെ വൃത്തിയായിട്ട് അഡ്രസ്സ് ചെയ്യാതിരിക്കുകയാണ് ഈ സിനിമ ചെയ്തത്. ഒരാൾ തൻ്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്യുന്നു, അതിന് അമെൻഡായിട്ട് അയാൾ കൗൺസിലിങ്ങിന് പോവുകയോ അവരോട് നേരിട്ട് പോയി സംസാരിച്ച് കാര്യങ്ങൾ തീർക്കുകയോ അല്ല ചെയ്യുന്നത്. അതിന് പകരം അയാൾ മറ്റു പല കാര്യങ്ങളാണ് ചെയ്യുന്നത്. മറ്റുള്ളവരെ സഹായിക്കുക, കർഷകശ്രീ അവാർഡ് നേടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഇയാൾ ചെയ്ത കുറ്റത്തെ മറികടക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകുന്ന ഒരു സിനിമയാണ് ഈ സിനിമ. മാരിറ്റൽ റേപ്പിനെ കുറിച്ച് നമ്മുടെ മുൻ ചീഫ് ജസ്റ്റിസായ ദീപക് മിശ്ര പറഞ്ഞ കാര്യമാണ് മാരിറ്റൽ റേപ്പ് ഒരു ഒഫൻസായിട്ട് എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. ഇദ്ദേഹം എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സാംസ്കാരികപരമായിട്ടുള്ള ഒരു അടിസ്ഥാനമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിരുന്നാലും മാരേജിലുണ്ടാകുന്ന സെക്ഷൽ അസോൾട്ടുകളെക്കുറിച്ചും അത് പ്രകാരം ഉണ്ടാകുന്ന പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറുകളെക്കുറിച്ചും ഒക്കെ ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതെല്ലാം നെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ വിചാരിക്കുകയാണ്, വയലൻ്റ് ആയിട്ടുള്ള പുരുഷന്മാർ ഉള്ളതുകൊണ്ട് ആർക്കാണ് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്? അത് എല്ലാ പുരുഷന്മാർക്കുമാണെന്ന് ഞാൻ വിചാരിക്കും. കാരണം വയലൻ്റ് ആയിട്ടുള്ള പുരുഷന്മാർ സമൂഹത്തിലുള്ളപ്പോൾ അത്ര കണ്ട് വയലൻസ് കാണിക്കാത്ത പുരുഷന്മാർക്ക് തങ്ങളുടെ പെർഫോമൻസ് കൂട്ടേണ്ട ആവശ്യം വരുന്നില്ല. അയലത്തെ ചേട്ടൻ അവരുടെ ഭാര്യയെ തല്ലുന്നത് കണ്ടില്ലേ, ഞാൻ നിന്നോട് അങ്ങനെ വല്ലതും പെരുമാറുന്നുണ്ടോ, ഞാൻ ഇടയ്ക്കൊക്കെ ഇകഴ്ത്തി സംസാരിക്കുന്നതല്ലേ, അത്രയല്ലേ ചെയ്യുന്നുള്ളൂ എന്നുള്ള ഒരു ഒരു ബ്രൗണി പോയിന്റ് അവർക്ക് അവിടെ കിട്ടും. സ്ത്രീയും ഇത് കേട്ട് കണ്ടീഷൻ ഉണ്ടാവും, ശരിയാണ്, എന്നെ തല്ലുന്നില്ല, എന്നെ ഇടയ്ക്കൊക്കെ ചീത്ത വിളിക്കുന്നതൊക്കെ ഉള്ളൂ എന്ന് വിചാരിക്കുകയും ചെയ്യും. റേപ്പ്. കുറച്ച് നാൾ മുമ്പ് ബിഗ് ബോസ് പ്രോഗ്രാമിൽ വീണ നായർ എന്ന് പറയുന്ന ഒരു നടി അവർ മറ്റൊരു സ്ത്രീയോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ എന്തിനാണ് 10 മണിക്ക് ശേഷം പുറത്തു പോകുന്നത്, 10 മണിക്ക് ശേഷം പുറത്തു പോകേണ്ട ആവശ്യം എന്താണെന്നാണ് ചോദിച്ചത്. അതായത് അവർ ഉദ്ദേശിച്ചത് ഈ 10 മണിക്ക് ശേഷം നിനക്ക് പുറത്തു പോകണമെങ്കിൽ നീ എന്തോ കുഴപ്പക്കാരിയാണെന്നുള്ള രീതിയിലായിരിക്കണം അവർ ഉദ്ദേശിച്ചത്. പക്ഷേ ഞാനത് വേറെ രീതിയിലാണ് കാണുന്നത്. 10 മണിക്ക് ശേഷം പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്ഷലി അസോൾട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ചെയ്യാൻ സാധ്യതയുള്ളത് പുരുഷന്മാരാണ്. അപ്പോൾ പുരുഷന്മാരെ എല്ലാം കൂടെ ചേർത്താണോ ഇത് പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ പുരുഷന്മാരെന്ന നിലയിൽ നിങ്ങൾക്ക് അപമാനം തോന്നേണ്ടതല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഇതിനകത്ത് റേപ്പിനെ കുറിച്ച് ചില മിത്തുകളും ചില ട്രൂത്തുകളും പറയുന്നുണ്ട്. അതൊക്കെ ആളുകൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൽ അവസാനത്തെ ഒരു കാര്യം മാത്രം ഞാൻ പറയാം. ഫോൾസ് അലിഗേഷൻസിനെ കുറിച്ചാണ്. പല പഠനങ്ങൾ പ്രകാരം മറ്റുള്ള ക്രൈമിനുകളുടെ അത്രയും തന്നെ കള്ളക്കേസുകൾ തന്നെ ഇതിനകത്തും വരുന്നുള്ളൂ. അത് ഏതാണ്ട് 2 മുതൽ 6%. അതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള അലിഗേഷൻസ് വരുമ്പോൾ വിക്ടിമിനെ അല്ലെങ്കിൽ സ്ത്രീയെ നെഗറ്റീവ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതുപോലെ റേപ്പ് ട്രയലുകൾ കോടതിയിൽ എങ്ങനെ പോകണം എന്നുള്ളതാണ്. നമുക്ക് അറിയാം, പലപ്പോഴും ഇത്തരത്തിലുള്ള കേസുകൾ കോടതിയിൽ വരുമ്പോഴത്തേക്കും ആ സ്ത്രീ അവരെന്തെടുക്കുമായിരുന്നു എന്നുള്ള ചർച്ചയാണ് അവിടെ ആദ്യം വരുന്നത്. അവർ ബാറിൽ പോയി മദ്യം കഴിക്കുന്നവരാണ്, അവർ സിഗരറ്റ് വലിക്കുന്നവരാണ്, അവർ കുട്ടികളെ നന്നായിട്ട് നോക്കാത്തവരാണ്. ഇത്തരത്തിലുള്ള വാദങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അവിടെ ബലാത്സംഗം നടന്നോ ഇല്ലയോ എന്നുള്ള ഒരൊറ്റ ചോദ്യം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഭൻവാരി ദേവിയുടെ കേസ് വളരെ പ്രശസ്തമാണ്. 1992 ഈ സംഭവം നടക്കുന്നത്. ഇവർ വിമൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് രാജസ്ഥാനിൽ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ ആ വീടാന്തരം പോയി പെൺകുട്ടികളെ സ്കൂളിൽ അയക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. അവിടെ അവർ ഗുജ്ജാർ സമുദായത്തിലൊരു ചൈൽഡ് മാരേജ് നടക്കുന്നുണ്ടെന്നുള്ള ഒരു ഇൻഫോർമേഷൻ അവർ സർക്കാരിന് പാസ് ഓൺ ചെയ്തു. അതിന് അന്വേഷിക്കാൻ വന്ന പോലീസുകാരൻ ആ വിവാഹം തടയാതെ അവിടുന്ന് മധുരം കഴിച്ച് പിന്മാറുകയാണ് ചെയ്തത്. പക്ഷേ ഇതൊരു അപമാനമായി കണ്ട് അവരെ ആ സമുദായത്തിലുള്ള കുറച്ച് പേർ ഗ്യാങ് റേപ്പ് ചെയ്യുകയാണ് ചെയ്തത്. എന്തായാലും അവരത് പോലീസ് കേസിന് വേണ്ടി പോയി. പക്ഷേ കേസ് അട്ടിമറിക്കാനായിട്ട് ഇവരുടെ വൈദ്യപരിശോധന ഏതാണ്ട് 24 മണിക്കൂറിനുള്ളിൽ നടത്തേണ്ടത് 52 മണിക്കൂറിന് ശേഷമാണ് നടത്തിയത്. മുറിവുകൾ റെക്കോർഡ് ചെയ്തില്ല. അതുപോലെ തന്നെ ഈ കേസ് നോക്കിയിരുന്ന ജഡ്ജിമാർ 5 തവണ മാറി. അങ്ങനെ ഈ കുറ്റവാളികളെ ചെറിയ കുറ്റങ്ങളുടെ പേരിൽ ശിക്ഷിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവർ ആ ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോവുകയും വർക്ക് പ്ലേസിൽ സ്ത്രീകൾക്ക് നേടുന്ന ഹരാസ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിശാഖ നിയമങ്ങൾ, ഗൈഡ് ലൈൻസ് സർക്കാർ കൊണ്ടുവന്നു 1997. തഹാറുഷ് എന്ന് പറയുന്ന ഒരു കാര്യം, മാസ് സെക്ഷൽ അസോൾട്ട്, ഇത് ഈ അടുത്ത് ചില വെസ്റ്റേൺ മീഡിയകളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. കൈറോ 678 എന്ന് പറയുന്നത് ഒരു ഈജിപ്ഷ്യൻ സിനിമയാണ്. കൈറോ 678 എന്ന് പറയുന്ന ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് അത് ആദ്യം പറയുന്നത്. ഒരു ബസ്സിൽ ഒരു സ്ത്രീക്ക് പോകുമ്പോൾ, തിങ്ങിക്കൂടി ഒരു ബസ്സിൽ പോകുമ്പോൾ, അത് എല്ലാ 3 ലോകരാജ്യങ്ങളിലും ഇത്തരം സംഭവങ്ങളുണ്ടാവും. അവർക്ക് നേരിടേണ്ടി വരുന്ന മൊളസ്റ്റേഷൻസിന് അവർക്ക് അതിലൂടെ അവർ കടന്നു പോകുന്ന മാനസിക വ്യഥയെക്കുറിച്ചാണ് ഈ സിനിമ പറയുന്നത്. കൂടാതെ 2 സ്ത്രീകളുടെ മറ്റ് കഥയുണ്ട്. അതിനകത്ത് ഒരു സ്ത്രീ അവരൊരു മാസ് സെക്ഷൽ അസോൾട്ടിന് വിധേയമാകുന്നു. ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ഒരു കളി കാണാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരു കൂട്ടം പുരുഷന്മാർ അവരെ ആക്രമിക്കുന്നു. ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ടോയെന്ന് ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ ഒന്ന്
അതിശയിച്ചു. പക്ഷേ അതിനുശേഷം വന്ന ഒരു വാർത്ത ആണിത്. വിമൻ റിസ്ക്യൂഡ് ആഫ്റ്റർ മോബ് ഇൻ ഈജിപ്റ്റ് ട്രൈസ് ടു സെക്ഷലി ഹറാസ് ഹർ. ഇത് നെറ്റിൽ അവൈലബിൾ ആണിത്. ഇത്തരത്തിലുള്ള സെക്ഷൽ അസോൾട്ടുകളെ തഹാറുഷ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബലാത്സംഗം ഒരു പൊളിറ്റിക്കൽ റിപ്രഷൻ്റെ ആക്റ്റായിട്ട് മാറാറുണ്ട്. നമുക്ക് അസിഫയുടെ കേസ് അറിയാം. ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് അവരുടെ സമുദായത്തെ ആ സ്ഥലത്ത് നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് റോഹിംഗ്യൻ മനുഷ്യർക്കെതിരെ അവരുടെ സൈന്യം നടത്തിയിരുന്ന അതിക്രമങ്ങളും ഇത്തരത്തിൽ തന്നെ ഉള്ളതായിരുന്നു. ബിൽക്കിസ് ബാനുവിൻ്റെ കേസ് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് നാദിയ മുറാദിൻ്റെയും. നാദിയ മുറാദ് ഒരു യസീദി സ്ത്രീയായിരുന്നു. ഐസിസ് അവരുടെ ഗ്രാമത്തെ ആക്രമിച്ച് അവരുടെ പുരുഷന്മാരെ എല്ലാം കൊലപ്പെടുത്തിയതിന് ശേഷം സ്ത്രീകളെ എല്ലാം ലൈംഗിക അടിമകളായി അടിമച്ചന്തകളിൽ കൊണ്ടുപോയി വിൽക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഐസിസ് ഒരു പാംലെറ്റ് ഇറക്കിയിരുന്നു, കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട്. അതിനകത്തുള്ള ഒരെണ്ണമാണ് ഞാൻ പറയുന്നത്. ഈസ് ഇറ്റ് പെർമിസിബിൾ ടു സെൽ എ ഫീമെയിൽ ക്യാപ്റ്റീവ്? ആൻസർ: ഇറ്റ് ഈസ് പെർമിസിബിൾ ടു ബൈ, സെൽ ഓർ ഗിഫ്റ്റ് ഫീമെയിൽ ക്യാപ്റ്റീവ്സ് ആൻഡ് സ്ലേവ്സ് ഫോർ ദേ ആർ മിയർലി പ്രോപ്പർട്ടി. സ്ത്രീകൾ വ്യക്തികളല്ല, വെറും വസ്തുക്കൾ മാത്രമാണെന്ന് പറയുന്ന ഒരു മതബോധം. ഇത് കോബ് ബ്രയൻ്റ് എന്ന് പറയുന്ന ഒരു ബാസ്കറ്റ്ബോൾ താരം ഈ അടുത്ത് അന്തരിച്ചു ഒരു ആക്സിഡൻറ്റിൽ. അപ്പോൾ അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തിരുന്നു. പക്ഷേ ആ കേസ് കോടതിയിൽ അട്ടിമറിക്കുകയാണ് ചെയ്തത്. ഒരു ജേർണലിസ്റ്റ് ഈ കേസും ഇദ്ദേഹത്തിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു വാർത്ത കൊടുത്തതിന് അവരെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നുള്ള ആ വാർത്തയാണ് കാണുന്നത്. ബ്യൂട്ടി ആൻഡ് ദി ഡോഗ്സ് എന്ന് പറയുന്നത് ഒരു ടുണീഷ്യൻ സിനിമയാണ്. ഒരു പെൺകുട്ടി ഒരു ബാറിൽ നിന്ന് പുറത്തു വരുന്നു അവരുടെ പാർട്ട്ണറോടൊപ്പം. അങ്ങനെ അവർ ബീച്ചിൽ നടക്കാൻ പോകുമ്പോൾ കുറച്ച് സദാചാര പോലീസുകാരായിട്ടുള്ളവർ വരുന്നു. അവർ യഥാർത്ഥത്തിൽ പോലീസുകാർ തന്നെയായിരുന്നു. അവർ ഇയാളെ മാറ്റിയിട്ട് അവരെ കൊണ്ട് ബലാത്സംഗം ചെയ്യുന്നു. ഡൽഹിയിലൊക്കെ സംഭവിച്ചപ്പോഴും അതിൻ്റെ പ്രതികൾ പറഞ്ഞ ഇതേ കാര്യങ്ങൾ തന്നെയാണ്. അവർ എന്തുകൊണ്ട് ഈ സമയത്ത് രാത്രി പുറത്തിറങ്ങി നടന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഈ കുട്ടി ഇതിന് ശേഷം ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് തൊട്ട്, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് തൊട്ട് അവർക്ക് നേരിടേണ്ടി വരുന്ന അബ്യൂസസ്, പുരുഷന്മാരിൽ നിന്ന് നേരിടേണ്ടി വരുന്ന അബ്യൂസുകളെ കുറിച്ചാണ് ഈ സിനിമ പറയുന്നത്. ഈ സിനിമയുടെ ഏറ്റവും ലാസ്റ്റ് മിനിറ്റിൽ മാത്രം അവർ എങ്ങനെയാണ് അവർക്കെതിരെ സ്റ്റാൻഡപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രമേയം. ഒരു വ്യക്തമായ ജസ്റ്റിസ് സിസ്റ്റം ഇല്ലാത്ത എല്ലാ രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് 3-4 ലോക രാജ്യങ്ങളിലെല്ലാം ഒരു കംപ്ലൈൻ്റ് ആയിട്ട് ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിൽ പറയുന്നത്. ഇതൊരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആണ്. ലെബനോണിൽ നടന്നിട്ടുള്ള ഒരു ആക്ട്രസ് ഒരു ഷോർട്ടായിട്ടുള്ളൊരു സ്കർട്ടാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അവർ പോയി വഴിയിൽ കാണുന്നവരോടൊക്കെ പറയുന്നു, ഞാൻ ബലാത്സംഗം ചെയ്യപ്പെട്ടു, എന്നെ സഹായിക്കൂ എന്നുള്ളത്. ആരും സഹായിക്കുന്നില്ല എന്നുള്ളതാണ്. ആരും സഹായിക്കുന്നില്ല മാത്രമല്ല, അവർ പല കമൻറ്റുകൾ പറയുന്ന, ഇവൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്, അവൾ മോശക്കാരി ആയിരിക്കും എന്നുള്ള അർത്ഥത്തിലൊക്കെ. വുമൺ ഇൻ ജെൻഡർ ഡിഫൈനിങ് റോൾസ്. നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ കാര്യം എടുക്കാം. ഞാനിപ്പോൾ ഒരു പ്രവാസിയാണ്. ഇവിടെ പലപ്പോഴും നമ്മുടെ തന്നെ നാട്ടുകാരായിട്ടുള്ളവർ ആരെങ്കിലും മുന്നിലൊക്കെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ കാണിക്കുമ്പോൾ പറയുന്നൊരു കമൻറ്റാണ്, അത് മിക്കവാറും ഒരു സ്ത്രീ ആയിരിക്കും എന്നുള്ളത്. ചിലപ്പോൾ സ്ത്രീകളാവാം. എന്നാൽ ഇത് ഇന്ത്യക്കാരും അല്ലെങ്കിൽ ഏഷ്യൻസും ആയിട്ടുള്ള സ്ത്രീകളെ കുറിച്ചാണ് ഈ കമൻറ്റുകൾ പറയുന്നത്. പലപ്പോഴും യൂറോപ്യൻസ് ആയിട്ടുള്ള സ്ത്രീകൾ ഇത്തരത്തിൽ കമൻറ്റുകൾ കേൾക്കാറില്ല. എനിക്ക് തോന്നുന്നത് അത് ആ സമൂഹത്തിൽ സ്ത്രീകൾ ഇത്തരത്തിൽ ഒരു അധിക്ഷേപം നേരിടുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും. നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീ ഡ്രൈവിംഗ് പഠിക്കാൻ ശ്രമിക്കുന്നത് തന്നെ ഒരുപാട് പേരുടെ ചീത്ത കേട്ടോണ്ടാണ്. അവരെ പഠിപ്പിക്കുന്ന ആൾ ചീത്ത വിളിക്കും, അവർ ഡ്രൈവ് ചെയ്യുമ്പോൾ അവരുടെ ഒപ്പം ഇരിക്കുന്ന ഭർത്താവ് ചീത്ത വിളിക്കും, മക്കളെ ചീത്ത വിളിക്കും. ഈ ഭർത്താവ് ചീത്ത വിളിക്കുന്നത് കേട്ടായിരിക്കും മക്കൾ വളരുന്നത്. അപ്പോൾ അവർക്കൊരു പൊതുധാരണ ഉണ്ടാവും സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. ഇത് ചീത്ത കേൾക്കുന്ന സ്ത്രീ പലപ്പോഴും അവർക്കും വണ്ടി ഓടിക്കുമ്പോൾ അവർക്ക് തന്നെ അവരുടെ കോൺഫിഡൻസിനകത്ത് ഒരു ഇടിവുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് കമ്പാരിസൺ ആയിട്ട് പറഞ്ഞത്. യൂറോപ്യൻ സ്ത്രീകൾക്കൊന്നും ഈ പ്രശ്നമില്ല, അവർ വലിയ വണ്ടികളൊക്കെ ഓടിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു പൊതുബോധം നിലനിൽക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് അവർക്ക് ഈ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. പല ജോലികളും സ്ത്രീകളെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു പൊതുബോധം കൂടെയുണ്ട്. 1870 ലാൻസെറ്റ് ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലാണ്. ഇന്ന് നമ്മൾ ആധികാരികമായിട്ടുള്ള പല കാര്യങ്ങളും എടുക്കുന്നത് ആ ജേർണലിൽ നിന്നാണ്. അവർ നടത്തിയ ഒരു അഭിപ്രായത്തിൽ, ഒരു ആർട്ടിക്കിളിൽ, സ്ത്രീകൾ ഡോക്ടർ പണിക്ക് സെക്ഷലി, മെൻ്റലി, കോൺസ്റ്റിറ്റ്യൂഷനലി അൺഫിറ്റ് ആണെന്നുള്ള ഒരു വാദമാണ് അവിടെ നിരത്തിയത്. ഇന്ന് നമുക്കറിയാം അത് ശരിയല്ല. മാത്രമല്ല പല പഠനങ്ങളിലും സ്ത്രീ ഡോക്ടർമാർ
പുരുഷ ഡോക്ടർമാരെക്കാൾ കൂടുതൽ നല്ല സേവനമാണ് കൊടുക്കുന്നതെന്നുള്ള പഠനം പോലും വന്നിട്ടുണ്ട്. ഇവിടെ പലപ്പോഴും പലരും പറയുന്നൊരു വാദമാണ്, സ്ത്രീകൾക്ക് ഇക്വാളിറ്റിയാണ് വേണ്ടുന്നതെങ്കിൽ നിങ്ങൾ പുരുഷന്മാർ ചെയ്യുന്ന അതേ ശാരീരിക അധ്വാനമുള്ള ജോലികൾ ചെയ്യണമെന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇതല്ല നമ്മൾ ജെൻഡർ ജസ്റ്റിസ് എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും സ്ത്രീകൾക്ക് പുരുഷന്മാർ ചെയ്യുന്ന പല ജോലികളും ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. ഇത് സ്വെറ്റ്ലേന അലക്സിവിച്ച് എഴുതിയ ഒരു പുസ്തകമാണ് ദി അൺവുമൺലി ഫേസ് ഓഫ് വാർ. ഇത് ഒരുപാട് സ്ത്രീകളായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അതായത് 2ാം ലോക മഹായുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് ആ യുദ്ധത്തിൽ പങ്കെടുത്ത സ്ത്രീകളുടെ എണ്ണം 10 ലക്ഷമാണ്. നമുക്കറിയാം ഇന്ത്യയുടെ ഇന്നത്തെ ഇന്ത്യൻ ആർമിയുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഏതാണ്ട് 14 ലക്ഷമാണ്, റിസർവ് ബറ്റാലിയൻ കൂട്ടാതെ. അപ്പോൾ 10 ലക്ഷം സ്ത്രീകൾ ആ യുദ്ധത്തിൽ പങ്കെടുത്തു. ഇവർ നേഴ്സുമാരും ഡോക്ടർമാരും ആയിട്ടല്ല പങ്കെടുത്തത്. അത് മാത്രമായിട്ടല്ല, അവർ പുരുഷൻ ചെയ്യുന്ന അതേ ശാരീരിക അധ്വാനം വേണ്ടുന്ന ജോലികൾ ചെയ്തിരുന്നു. ടാങ്ക് മാനായിട്ടും എയർക്രാഫ്റ്റ് ഗണ്ണറായിട്ടും സ്നൈപ്പറായിട്ടും പൈലറ്റായിട്ടും ഫുഡ് സോൾജിയറായിട്ടും മെഷീൻ ഗണ്ണറായിട്ടും ട്രെയിൻ ഡ്രൈവറായിട്ടും അന്നിങ്ങനെ എല്ലാ തരത്തിലുള്ള ജോലികളും അവർ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇത് ഒരു സ്നൈപ്പറിൻ്റെ ഫോട്ടോ ആണ്. ലുഡ്മില പാവ്ലിച്ചെങ്കോ, ഇവരൊരു യുക്രൈൻകാരിയാണ്. ഇവരെ അന്ന് ലേഡി ഡെത്ത് എന്നാണ് വിളിച്ചിരുന്നത്. കാരണം 309 ആൾക്കാരെയാണ് ഇവർ വെടിവെച്ച് കൊന്നത്. ഇത് സയൻസ് ഡെയിലിയിൽ വന്ന ഒരു ആർട്ടിക്കിളാണ്. അന്റാർട്ടിക്കയിൽ ഇവർ നടത്തിയ ഒരു എക്സ്പെരിമെൻറ്റിൽ കുറച്ച് സ്ത്രീകൾ പങ്കെടുത്തിരുന്നു. പുരുഷന്മാർ ചെയ്യുന്ന അതേ ഫിസിക്കലി ടഫായിട്ടുള്ള ട്രക്കിംഗ് ആണ് അവർ 6 ദിവസം കൊണ്ട് ചെയ്തത്. അതിൽ നിന്ന് വന്ന കൺക്ലൂഷൻ, പുരുഷന്മാർക്കുണ്ടാവുന്ന അതേ ശാരീരിക ബുദ്ധിമുട്ടുകൾ തന്നെ സ്ത്രീകൾക്കും ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. അതായത് പുരുഷന്മാർ ചെയ്യുന്ന ജോലികൾ പലതും സ്ത്രീകൾക്കും ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ശാരീരികപരമായിട്ടുള്ള ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, 2 പുരുഷന്മാർ പോലും ഇക്വൽ അല്ലല്ലോ അക്കാര്യത്തിൽ. ഇപ്പോൾ എനിക്ക് ഹൈസ്കൂൾ ടീമിൽ കളിക്കുന്ന ഒരു കുട്ടിയോട് ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിച്ചിട്ട് ജയിക്കാൻ സാധിക്കില്ല. എന്തിന്? PV സിന്ധുവിനോട് ഒരു 2 മിനിറ്റ് പോലും വായിൽ നിന്ന് നുരയും പതയും വരാതെ കളിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ശാരീരിക ക്ഷമത വേണ്ടുന്ന ജോലികൾ പലപ്പോഴും ട്രെയിനിങ്ങിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അടവിരിച്ചെടുക്കുന്നതാണ്. ഈ വാർത്ത സെൻട്രൽ ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ കൊടുത്ത ഒരു വാദമാണ്. അതായത് ഞങ്ങളുടെ ആർമിക്കാർക്ക് സ്ത്രീകളായിട്ടുള്ള ഓഫീസർമാരെ അനുസരിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അവരെ ആർമിയിലേക്ക് വേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു വാദമാണ് അവർ മുന്നോട്ട് വെച്ചത്. അപ്പോൾ അത് തന്നെ സുപ്രീം കോടതി നിശിതമായി വിമർശിച്ചു കൊണ്ട് റൂളിംഗ് ഇറക്കി. അപ്പോൾ സ്ത്രീ ദുർഗയാണ് എന്നൊക്കെ പറയുന്നത് ഇന്നസെൻ്റ് ഒരു സിനിമയ്ക്കകത്ത് പറഞ്ഞതുപോലെ മൈക്കിന് മുന്നിൽ പ്രസംഗിക്കുമ്പോൾ മാത്രം മതി, പ്രവൃത്തിയിൽ കാണിക്കണ്ട എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി. സ്ത്രീയെ അമ്മയായും ദേവിയായും ദുർഗയായിട്ടും ഒന്നും കാണണ്ട, തങ്ങളെപ്പോലെ തന്നെ മറ്റൊരു വ്യക്തിയുമായിട്ട് മാത്രം കണ്ടാൽ മതി. മറ്റാൾക്കാർ നിങ്ങളോട് എങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഏത് ജെൻഡറിൽപ്പെട്ട അവരോട് അതേ തരത്തിൽ പെരുമാറുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യം. സ്ത്രീകൾ പൊതുരംഗത്തേക്ക് കൂടുതൽ വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. ഇത് ആംനസ്റ്റി ഇന്റർനാഷണൽ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരികളായിട്ടുള്ള സ്ത്രീകൾ മറ്റുള്ള US അല്ലെങ്കിൽ UK ഉള്ള രാഷ്ട്രീയക്കാരികളെക്കാൾ കൂടുതൽ ഓൺലൈൻ അബ്യൂസ് നേരിടുന്നു എന്നുള്ള ഒരു വാർത്തയാണ്. പലപ്പോഴും ഈ പൊങ്കാലയിടുന്ന അല്ലെങ്കിൽ ചീത്ത വിളിക്കുന്ന പുരുഷന്മാരുടെ, സ്ത്രീകളുടെ പ്രൊഫൈലുകളിൽ പോയി ചീത്ത വിളിക്കുന്ന പുരുഷന്മാരുടെ ഏതാനും സ്ത്രീകളുടെയൊക്കെ പ്രൊഫൈൽ നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവരൊക്കെ കുടുംബമായിട്ടും കുട്ടികളുമായിട്ടും ഒക്കെ നിൽക്കുന്ന ഫോട്ടോകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പലപ്പോഴും ആളുകൾ പറയും ഇവർക്ക് സംസ്കാരം ഇല്ലാത്തവരാണ് ചീത്ത വിളിക്കുന്നത്. സംസ്കാരത്തിൻ്റെ പ്രശ്നമല്ല ഇത്. ആക്ച്വലി ഇത് യഥാർത്ഥത്തിൽ മിസോജിനി തന്നെയാണ്. ഒരാൾക്കും, ഡോക്ടർ വിശ്വനാഥൻ പറയുന്നതാണ്, ഒരാൾക്കും പൂർണ്ണമായി സ്ത്രീ വിരോധി ആയിരിക്കാൻ സാധിക്കില്ല. അയാൾക്ക് അയാളുടെ അമ്മയോടും പെങ്ങളോടും സ്നേഹം കാണും, അയാളുടെ ഭാര്യയോട് ചിലപ്പം സ്നേഹം കാണും. കാരണം ഇവരെല്ലാം അയാളുടെ സ്ത്രീ എന്നുള്ള സങ്കല്പത്തിനകത്ത് നിൽക്കുന്നവരാണ്. അങ്ങനെ അകത്ത് നിൽക്കാത്ത, അതിന് സങ്കല്പത്തിന് പുറത്തു പോകുന്ന സ്ത്രീകളെ തെറി വിളിക്കുക എന്നുള്ളത് അവരുടെ ധാർമ്മികപരമായിട്ടുള്ള ഉത്തരവാദിത്തമായിട്ടാണ് ഇവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചീത്തവിളി കമൻറ്റുകൾ അല്ലെങ്കിൽ ഉപദേശ കമൻറ്റുകൾ സ്ത്രീകൾക്കെതിരെ ഉയരുന്നത്. മീ ടു മൂവ്മെൻറ്റ്, ഇത് 2006 തരാന ബർക്ക് എന്ന് പറയുന്ന ഒരു സ്ത്രീ കോയിൻ ചെയ്ത ഒരു പദമാണ്. നമുക്കറിയാം മുമ്പുണ്ടായിട്ടുള്ള സെക്ഷൽ അസോൾട്ടുകളെ കുറിച്ച് ഭാവിയിൽ വന്ന് പല സ്ത്രീകളും വെളിപ്പെടുത്തുന്നു. അപ്പോൾ 2017 ഹാർവി വെയിൻസ്റ്റീൻ എന്ന് പറയുന്ന അമേരിക്കൻ പ്രൊഡ്യൂസർക്കെതിരെ ആദ്യത്തെ സെക്ഷൽ അബ്യൂസിനെ കുറിച്ചുള്ള അലിഗേഷൻ വന്നു. പിന്നീട് അയാളെക്കുറിച്ച് തന്നെ ഒരുപാട് സ്ത്രീകൾ കംപ്ലയിൻറ്റ് ചെയ്തു. നമുക്കപ്പോൾ അറിയാം ഈ വർഷം ഇതിനെ തെളിവുകൾ അയാൾക്കെതിരായിരുന്നു, അയാളെ ശിക്ഷിച്ചു. ഒരു ഡൊളോറസ് ഹുയർട്ട എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യനാണ്. അവർ പറഞ്ഞൊരു കാര്യം, നോ വുമൺ ഷുഡ് ഹാവ് ടു സാക്രിഫൈസ് ഹെയർ ഡിഗ്നിറ്റി ആൻഡ് സേഫ്റ്റി ഇൻ എക്സ്ചേഞ്ച് ഫോർ എ പേ ചെക്ക്. ഈ വാർത്ത പ്രകാരം 60% മെയിൽ ആയിട്ടുള്ള മാനേജർമാർ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് സ്ത്രീകളോടൊപ്പം ജോലി ചെയ്യണ്ട എന്നാണ്.
എനിക്ക് പറയാനുള്ളത് ബി പ്രൊഫഷണൽ എന്നുള്ളതാണ്. നമ്മളൊരു ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിന് വേണ്ടി ജോലി ചെയ്യുക എന്നുള്ളതാണ്. അവിടെയുള്ള മറ്റു സ്ത്രീകളെ അവരുടെ ശരീരത്തെക്കുറിച്ച് കോംപ്ലിമെൻ്റ് ചെയ്യേണ്ട കാര്യം ഇല്ല. അപ്പോൾ ഇവിടെ വരുന്ന ഒരു ചോദ്യം, പുരുഷനൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? സ്ത്രീകൾ തിരിച്ച് പുരുഷന്മാരെ നോക്കുമ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ലല്ലോ എന്ന്. ഇതിന് പരിണാമപരമായിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. അതിനെക്കുറിച്ച് ആദ്യം ഞാൻ പറയാം. പരിണാമപരമായിട്ട് എല്ലാ ജീവികളിലും പുരുഷനെ സെലക്ട് ചെയ്തിരുന്നത് സ്ത്രീകളാണ്. നമുക്കിപ്പോൾ മയിലിൻ്റെ കാര്യം എടുക്കാം. ആൺമയിലിനെ കാണാൻ നല്ല ഭംഗിയാണ്, കാരണം അത് പീലി വിടർത്തി ആടി ഈ പെൺമയിലിനെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്, കാരണം അതിന് മെയ്റ്റ് ചെയ്യണം. പെൺമയിൽ അത്ര ഭംഗിയില്ല കാണാൻ. അതുപോലെ തന്നെ നമുക്ക് ബോവർ പക്ഷികൾ അല്ലെങ്കിൽ നികുഞ്ച പക്ഷികളെ കുറിച്ച് നോക്കാം. പെണ്ണിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ മനോഹരമായിട്ടുള്ള കൂട് കെട്ടുക. അതുപോലെ തന്നെ പഫർ ഫിഷ് എന്ന് പറയുന്ന ഒരു മത്സ്യം, അത് പെണ്ണിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ക്രിയേഷനാണ് മണ്ണിൽ വെള്ളത്തിനടിയിൽ നടത്തുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യരുടെ കാര്യത്തിലും അത്തരത്തിൽ തന്നെയായിരുന്നു. സ്ത്രീയെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുരുഷന്മാർ തല്ലി ചാവുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഏതോ ഒരു ഘട്ടത്തിൽ ഈ സെലക്ഷൻ റിവേഴ്സായി. പക്ഷേ പരിണാമപരമായിട്ടുള്ള ഒരു ചോദന അപ്പോഴും മനുഷ്യനിൽ കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുരുഷൻ എപ്പോഴും ശ്രമിക്കുന്നത് പരിണാമപരമായിട്ട് മാക്സിമം ഓഫ് സ്പ്രിങ്ങുകളെ മേറ്റിങ്ങിലൂടെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സ്ത്രീകൾ പക്ഷേ പുരുഷനെ സെലക്റ്റാണ് ചെയ്യുന്നത്. ഈ പരിണാമപരമായിട്ടുള്ള ചോദന നമ്മളെല്ലാവരിലും ഉണ്ട്. പലപ്പോഴും ഇത്തരം ഈ സ്ത്രീകളെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തുറിച്ച് നോക്കുന്നതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. മൈത്രേയൻ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു കോളേജിൽ ഒരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് നടത്തിയാണ്. 100 പെൺകുട്ടികളും 100 ആൺകുട്ടികളെയും അതിനായിട്ട് ഇവർ കണ്ടെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷനും ഒരു സ്ത്രീയാണ് ഇതിൻ്റെ അകത്തെ ആക്ടർ. അതിൽ പുരുഷൻ പോയിട്ട് 100 പെൺകുട്ടികളോട് പോയി പ്രപ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, എൻ്റെ കൂടെ ഡേറ്റിങ്ങിന് വരൂ. അപ്പോൾ അയാളെ കാണാനും അയാളുടെ പെരുമാറ്റമൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സ്ത്രീയും പോയി 100 പേരോട്, പുരുഷന്മാരോട് ഇതേ കാര്യം തന്നെ പറയും, ഞാൻ കുറച്ച് നാളെ നിങ്ങളെ ശ്രദ്ധിക്കുന്നു, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, നമുക്കൊന്ന് ഡേറ്റിങ്ങിന് പോകാമെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്കമായിട്ട് വന്നത് 100-ൽ 99 പുരുഷന്മാരും അന്നേ സമയം തന്നെ ഡേറ്റിങ്ങിന് പോകാൻ തയ്യാറായിരുന്നു. ഒരാൾ മാത്രം പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, കാരണം നാളെ എനിക്കൊരു പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ട്, അപ്പോൾ സമയമില്ല, അതുകൊണ്ടാണെന്നുള്ളത്. എന്നാൽ ഭൂരിപക്ഷ സ്ത്രീകളും പറഞ്ഞത് നിങ്ങൾ കാണാനൊക്കെ കൊള്ളാം, നിങ്ങൾ കണ്ടിട്ടൊക്കെ നല്ല ആളാണെന്ന് തോന്നുന്നു, പക്ഷേ ഞങ്ങൾക്ക് താല്പര്യമില്ല, കാരണം ഞങ്ങൾക്ക് നിങ്ങളെ അറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്ത്രീയും പുരുഷനും ചിന്തിക്കുന്ന രീതി വ്യത്യസ്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഓഫീസിലായാലും അല്ലെങ്കിൽ പുറത്തായാലും ഒരു സ്ത്രീയെ തുറിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിണാമപരമായിട്ടുള്ള ആ ചോദന കാരണം അവർ അൺകംഫർട്ടബിൾ ആകും. കാരണം അവർക്ക് നിങ്ങളെ അറിയില്ല, അവർ നിങ്ങളെ സെലക്ട് ചെയ്തിട്ടില്ല. ഇത് പലപ്പോഴും മനസ്സിലാക്കാതെയാണ് പുരുഷന്മാർ പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും പല അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനും സാധ്യതയുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ ഒരു സ്ത്രീ അൺകംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന രീതി ശരിയല്ല എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കണം. പരിണാമപരമായി നോക്കുകയാണെങ്കിൽ പരിണാമത്തിൻ്റെ പല കാര്യങ്ങളും വളരെ ഇല്ലോജിക്കലാണ്. നമ്മൾ പലപ്പോഴും പ്രകൃതി വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ കൃഷി ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നമ്മൾ ഒരു അസുഖത്തിന് മരുന്ന് കണ്ടുപിടിക്കുന്നതൊക്കെ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ കാര്യങ്ങൾ ആധുനികതയ്ക്ക് നിരക്കുന്നതാണോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പുറകെ നടക്കുന്നത് അല്ലെങ്കിൽ സ്റ്റോക്കിംഗ് ചെയ്യുന്നത് ആധുനികത വിരുദ്ധമാണ്. അപ്പോൾ നമ്മുടെ ഗോത്രീയമായിട്ടുള്ള ചോദനകളെ, പരിണാമത്തിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ചോദനകളെ ബോധപൂർവം മറികടക്കുന്നതിലൂടെയാണ് നമ്മൾ ആധുനികരാകുന്നത്. അങ്ങനെ വരികിൽ സ്റ്റോക്കിംഗ് പോലുള്ള കാര്യങ്ങൾ ആധുനികതാ മൂല്യങ്ങൾക്ക് തെറ്റാണ്, നമ്മളത് ചെയ്യരുത്, അത്രേ ഉള്ളൂ. ഇത് പലപ്പോഴും ഒരു സ്ത്രീ അലിഗേഷൻസ് നടത്തുമ്പോൾ നമ്മൾ തിരിച്ച് അവർക്കെതിരെ വരുന്ന കമൻറ്റുകളാണ് ഈ പറഞ്ഞ പോലെ അയാളുടെ പണത്തിന് പുറകിലാണ്, അയാളൊരു നല്ല കുടുംബനാഥനാണ്, അയാൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല, അവർ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, അവർ കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നു, ഈ സ്ത്രീക്ക് അയാളെ നേരത്തെ അറിയായിരുന്നു, അവരെന്തിനാണ് അയാളെ വീട്ടിനകത്ത് കയറ്റിയത്, ഇത്തരത്തിലുള്ളത്. നമ്മൾ യഥാർത്ഥത്തിലൊരു അലിഗേഷൻ വന്നിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിലൊരു അസോൾട്ട് അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മുടെ മാനദണ്ഡം. മറ്റെന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതവിടെ ഇരിക്കട്ടെ, ഇത് മാത്രമായിരിക്കണം നമ്മുടെ മാനദണ്ഡം. നമ്മൾ ഏകദേശം തീരുകയാണ്. പലരും പറയാറുണ്ട് പല ഫെമിനിസ്റ്റ് നേതാക്കളും പുരുഷ വിദ്വേഷികളാണ് എന്നുള്ളത്. അതായത് പലരും പറയുന്നുണ്ട് സ്ത്രീ സമത്വം വേണം, എന്നാൽ ഫെമിനിസം നമുക്ക് ആവശ്യമില്ല എന്നുള്ളത്. ഇത് പറയുന്നത് പലപ്പോഴും ചിലപ്പോൾ പുരോഗമനവാദികളായിട്ടുള്ള പുരുഷന്മാരും ചില സ്ത്രീകളും ഒക്കെ തന്നെയാണ്. ഫെമിനിസത്തെ പലപ്പോഴും ഏതോ തരത്തിലുള്ള തീവ്രവാദമായിട്ടാണ് ഇവർ ചിത്രീകരിക്കുന്നത്. ഫെമിനിസം എന്താണെന്ന് അറിയുന്നവരൊന്നും അന്താളിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ അവർ പറയും ഇതല്ല, ഒന്നല്ല. ഇത് ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷ വിരോധമാണ്, അത് അക്രമോത്സുകമാണ്, പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം ശത്രുക്കളായി മാറാൻ ഇത് പ്രേരിപ്പിക്കുന്നു എന്നുള്ളത്. ചരിത്രപരമായി
അടിമവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം അവരുടെ അവകാശങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നടത്തുന്ന പോരാട്ടങ്ങളെ അല്ലെങ്കിൽ അവർ സംഘടിക്കുന്നതിനെ ഭയക്കുന്ന ഉപരിവർഗം അവരെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന മുഖം മിനുക്കൽ പരിപാടിയാണ് ഈ സമത്വവാദം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടുന്ന സമത്വം ഞങ്ങൾ തരാം, ഞങ്ങളുടെ പിന്തിരിപ്പൻ സാമൂഹിക വ്യവസ്ഥിതിയുടെ അടിത്തറ ഇളക്കരുതെന്നാണ് ഇവർ പറയാതെ പറയുന്ന. ഇവിടെ പുരുഷന്മാരും ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. പലപ്പോഴും കാണുന്നത് ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരാൻ സമ്മതിക്കാതിരിക്കുന്ന ഒരവസ്ഥ, അവർക്ക് വേണ്ടുന്ന നീതി കൊടുക്കാതിരിക്കുന്ന അവസ്ഥ. എന്നാൽ അതേസമയം തന്നെ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ ആണ് ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ സ്ത്രീകൾ ഇത്തരത്തിലുള്ള ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരെ ഒറ്റപ്പെടുത്തുന്ന ഒരു നടപടിയും കൂടെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഈ ദുരുപയോഗങ്ങളൊക്കെ ജ്ഞാനോദയം ലഭിക്കാത്ത ഒരു സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളായിട്ട് കാണേണ്ടതാണ്. അപ്പോൾ ഫെമിനിസ്റ്റായിട്ടുള്ള ആശയങ്ങൾ നടപ്പിലാക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. ഇത് വാട്ട് വിൽ പീപ്പിൾ സേ എന്ന് പറയുന്ന ഒരു നോർവീജിയൻ സിനിമയാണ്. ഇതിനകത്ത് ഒരു പെൺകുട്ടി, അവിടെ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി, എന്നാൽ പാകിസ്ഥാനികളായിട്ടുള്ള അച്ഛനമ്മമാർ, ട്രഡീഷണൽ ആയിട്ടുള്ള അച്ഛനമ്മമാർ, അവർ ഈ പെൺകുട്ടി ഒരു അഫെയറിൽ പെട്ടു എന്നുള്ളതിൻ്റെ പേരിൽ അവരെ അവിടെ നിന്ന് പറിച്ചെടുത്ത് തിരിച്ച് പാകിസ്ഥാനിൽ നല്ല കുട്ടിയാവാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഒരു സിനിമ. നമുക്ക് ഇത്തരത്തിലുള്ള സിനിമകൾ ഈ മലയാളത്തിലും ഒക്കെ കാണാം. ഒരു പ്രവാസി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, പ്രവാസികളായിട്ടുള്ള ആളുകളുടെ മക്കൾ അവരെ പലപ്പോഴും ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് നേരിടുന്നുണ്ടായിട്ടാണ് ഞാൻ കാണുന്നത്. അത് അവരുടെ കുറ്റമല്ല. ഈ പ്രവാസികൾ നാട്ടിൽ ഗതി കിട്ടാതെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ആഭ്യന്തര യുദ്ധത്തെയൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് വിദേശത്ത് എത്തിപ്പെടുന്നത്, പ്രത്യേകിച്ച് യൂറോപ്പിലും അല്ലെങ്കിൽ അമേരിക്കയിലും ഒക്കെ. പക്ഷേ ഇവർ അങ്ങോട്ട് പോകുന്നതിനോടൊപ്പം അവരുടെ കൾച്ചർ അതുകൂടി വെസ്റ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ജനാധിപത്യ വെൽഫെയർ രാജ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും കൈപ്പറ്റിക്കൊണ്ടതിന് ശേഷവും അവർക്ക് തോന്നുന്നത് അവിടുത്തുകാർ വളരെ കൾച്ചർ ഇല്ലാത്ത ആൾക്കാരാണെന്നും ഞങ്ങൾ ഭയങ്കര മുന്തിയ കൾച്ചറിൽ നിന്ന് വരുന്നവരാണെന്നാണ്. ഗതി കിട്ടാതാണ് അങ്ങോട്ട് പോയെന്നുള്ള കാര്യം അവർ പലപ്പോഴും മറന്നു പോകുന്നു. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ പരിചയമില്ലാത്ത ഒരു വിദേശ രാജ്യത്ത് ചെന്ന് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇന്ത്യക്കാരുണ്ടോയെന്നാണ് ആദ്യം അന്വേഷിക്കുന്നത്. ഇന്ത്യക്കാരെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും ഫിൽട്ടർ ചെയ്യും. പിന്നെ അത് സ്റ്റേറ്റായിട്ടും അല്ലെങ്കിൽ മതമായിട്ടും അല്ലെങ്കിൽ ജാതിയായിട്ടും ഒക്കെ വേർതിരിച്ചിട്ട് ഇവരൊരു ഫാമിലി ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ UK-യിലും അമേരിക്കയിലും ഒക്കെ ജാതി സംഘടനകളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവർ ഈ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് അവിടുത്തെ തദ്ദേശീയവാസികളായിട്ടുള്ള ഇൻട്രാക്ഷൻ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇത് തദ്ദേശീയവാസികൾക്കിടയിൽ ഒരു പ്രശ്നമായിട്ട് മാറും. കാരണം അവർ നോക്കുമ്പോഴത്തേക്കും ഇവിടെ അവരുടെ ഹോസ്പിറ്റാലിറ്റി സ്വീകരിച്ച് ഇവിടെ വന്നതിന് ശേഷം അവരെ കൾച്ചർലെസ് ആയിട്ട് കാണുന്ന ഒരു കൂട്ടം ജനങ്ങളായിട്ടാണ് ഈ പ്രവാസികളെ അവർ കാണുന്നത്. പക്ഷേ ഇവരുടെ കുട്ടികൾ പഠിക്കുന്നത് പലപ്പോഴും സെക്യുലർ ആയിട്ടുള്ള സ്കൂളുകളിലായിരിക്കും. അവരുടെ കൂട്ടുകാരെന്ന് പറയുന്നത് പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിട്ടായിരിക്കും. പക്ഷേ ഈ അച്ഛനമ്മമാർ ഒരിക്കലും ഈ കുട്ടികളെ ഒരു വിശ്വപൗരന്മാരായിട്ട് പരിവർത്തനപ്പെടാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ദുഃഖകരമായിട്ടുള്ള കാര്യം. അപ്പോൾ സ്ത്രീകൾ പലപ്പോഴും സ്വതന്ത്രമാവാത്തത് അവരുടെ കുഴപ്പം കൊണ്ട് ആണ് എന്നുള്ള ഒരു പലരും പറയാറുണ്ട്. സ്ത്രീകൾ നന്നാവാത്തത് സ്ത്രീകളുടെ മാത്രം പ്രശ്നമാണെന്ന് പറയുന്നത് ശരിക്കും പുരുഷന്മാർ അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈ കഴുകുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടി ജനിച്ചപ്പോൾ തൊട്ട് അതിന് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏത് കോഴ്സ് പഠിക്കണം, ആരെ കല്യാണം കഴിക്കണം, എവിടെ സ്ഥലം മേടിക്കണം, എവിടെ വീട് വെക്കണം, എത്ര കുട്ടികളെ ഉണ്ടാക്കണം തുടങ്ങി എല്ലാ കാര്യത്തിലും ബന്ധുക്കളും സമൂഹവും നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ പേഴ്സണൽ സ്പേസിൽ. കുട്ടികൾ മാതാപിതാക്കളെയും മറ്റു മുതിർന്നവരെ അനുസരിക്കണമെന്നാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതൊന്നും മാറ്റിയിട്ട് കുട്ടികൾ മുതിർന്നവരെ സ്നേഹിക്കണം, എന്നാൽ അവർ തെറ്റ് പറയുകയാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം എന്നുള്ള രീതിയിൽ ആരും പറഞ്ഞു കൊടുക്കാറില്ല. സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ അനുവദിക്കാത്ത ഒരു സമൂഹത്തിൽ അവർ മുതിർന്നതിന് ശേഷം മെച്ചുവേർഡായിട്ട് പെരുമാറുന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സ്വതന്ത്രമായി ചിന്തിക്കാൻ പഠിപ്പിക്കുകയാണ് നമ്മൾ വേണ്ടുന്നത്. ഫെമിനിസത്തിൻ്റെ കാര്യത്തിലായാലും ജെൻഡർ ഇക്വാളിറ്റിയുടെ കാര്യത്തിലായാലും ഒക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങുകയാണ് വേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.